ദൈവത്തിന് സ്തോത്രം. എഗേറോയുടെ മറ്റൊരു ട്രെയിനിങ് സെഷനിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബഹുമാനമുള്ള വൈദികരെയും എഗേറോയുടെ ഫിനാൻഷ്യൽ സ്റ്റുവേർഡ്ഷിപ്പ് ഫോർ ക്രിസ്ത്യൻ മിനിസ്ട്രൻസ് എന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തിരക്കുകളുടെ മധ്യയും സമയം കണ്ടെത്തി ഇതിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും സ്വാഗതവും ആശംസിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട നിതിൻ ജോൺ ചാക്കോ അച്ഛൻ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെഷൻ ആരംഭിക്കുന്നതാണ്. നിതിൻ അച്ഛൻ. അച്ഛൻ കേൾക്കാമോ? യെസ് അച്ഛൻ. അച്ഛാ, ഇവിടെ കുറച്ച് ബഹളമാണ്, ഈ ഗർഭമൊക്കെ നടക്കൊക്കെ. ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ? കുഴപ്പമില്ല അച്ഛാ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയില് അനുഗ്രഹീതമായ ഈ സന്ധ്യ ഇപ്രകാരം ഒരു കൂട്ടായ്മയായി ചേർന്ന് വരുവാൻ ദൈവം അവിടുത്തെ നൽകുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ അവിടുത്തെ ശുശ്രൂഷയില് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങൾക്കായി, നിയോഗങ്ങൾക്കായി കർത്താവിന് മഹത്വം. അവയിലെല്ലാം ദൈവം ആഗ്രഹിക്കും പോലെ വിശ്വസ്തയോടെ അങ്ങേക്ക് പ്രസാദകരമാവണ്ണം വേല ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ സെഷൻ ഞങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റിനായി സ്തോത്രം ചെയ്യുന്നു. ഫലകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ബലപ്പെടുത്തുന്നല്ലോ നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛനെയും ഇന്ന് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷക്തരെയും അങ്ങ് ശക്തീകരിക്കണമേ. പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനകരവും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കൂടെ അനേകർക്ക് ഗുണകരവുമായി തീരുവാൻ ഇടയാക്കണം. യേശു കർത്താവിന്റെ സന്നിനാമത്തിൽ തന്നെ ആമേൻ. മർത്തോമ ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് എക്യുപ്പ് എന്നുള്ളത്. എഡ്യൂക്കേറ്റ്, എക്യുപ്പ്, എൻഗേജ് ആൻഡ് ഇവാലുവേറ്റ് എന്നീ 4 ഫോക്കസുകളാണുള്ളത്. അതിൽ എക്യുപ്പ് എന്നുള്ളത് ചർച്ച് ആനിമേഷൻ സെന്റർ വളരെ ഗൗരവമായി കാണുന്ന ഒരു ശുശ്രൂഷയുടെ തലമാണ്. സജ്ജമാക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് ടീം ഇടവകകൾ, സ്ഥാപനങ്ങൾ ഒക്കെ സന്ദർശിക്കുന്നതിനും ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുന്നതിനും ഈ ടീം സർവ്വസജ്ജമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മിറ്റഡ് ട്രെയിനേഴ്സ് ചർച്ച് ആനിമേഷൻ സെന്ററിനുണ്ട്. ആ ഒരു ഹെഡിൽ പല ഇനിഷ്യേറ്റീവ്സിൽ ഒന്നാണ് എഗേറോ എന്ന പ്രോഗ്രാം. ഈ കാലങ്ങളിലൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എനിക്കൊന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായ, ഏറ്റവും അധികം നീഡുള്ള ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ ട്രെയിനിങ് എന്നുള്ളത്. തീർച്ചയായും നമ്മിൽ പലരും അത്തരത്തിൽ കലാകാലങ്ങളിലായി ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്നാൽ തീർച്ചയായും ഈ ഒരു സെഷൻ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകൾ കണ്ടെത്തുന്നതിനും കുറെ കൂടെ ശ്രദ്ധയോടെ നമ്മുടെ സ്റ്റുവേർഡ്ഷിപ്പ്, കാര്യവിചാരകത്വ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് നമ്മെ സജ്ജരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന പ്രിയ പ്രിൻസ് അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിൻസ് അച്ഛൻ നമുക്കറിയാവുന്ന പോലെ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. യുവൻസഖ്യത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി അച്ഛന്റെ ശ്രദ്ധേയമായ ശുശ്രൂഷ നാം എപ്പോഴും ഓർക്കുമല്ലോ. ഇപ്പോൾ നിർമ്മമാരാമൻ ഭദ്രാസന യുവൻസഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റായും അച്ഛൻ വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട അച്ഛനാണ് ഇന്ന് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ, പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും സന്തോഷത്തോടു കൂടി, പ്രത്യേകിച്ച് നമ്മുടെ ചർച്ച് ആനിമേഷൻ സെന്റർ നേതൃത്വത്തിലുള്ള ഈ ദിവസങ്ങളിലെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എഗേറോയുടെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വൈദികരല്ലാത്ത പ്രിയപ്പെട്ടവരും ഒക്കെ, ലേ ലീഡേഴ്സും ഒക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ച് അനിമേഷൻ സെന്ററിന്റെ ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടും ഒക്കെയാണ് സഭ ഈ നാളുകളിൽ കാത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് വളരെയധികം അച്ഛനെ ഓർപ്പിച്ചതുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്തീയ ശുശ്രൂഷയിൽ തന്നെ അതിപ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഭയുടെ ആദിമകാലം, സഭയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു ഡിസിപ്ലിനെ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ലൂക്കോസിന് യോഹന്നാന്റെ സുവിശേഷത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ കടക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ പറയുന്നത് സഭ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചില ഡിസിപ്ലിൻസിനെ പറ്റിയാണ്.
അപ്പൊ അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ആ, പ്രിയപ്പെട്ട അച്ഛന്മാർക്കറിയാം, ദേവാലയങ്ങളിൽ പോലും ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തക്കവണ്ണം ആളുകൾ ഭയപ്പെടുകയാണ്. കാരണം മാറി വരുന്ന ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പോളിസികളാണെങ്കിലും സാമ്പത്തിക നിയമങ്ങളൊക്കെ കടുപ്പിക്കുന്ന അനുഭവത്തിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഈ റിസ്ക് മാനേജ്മെന്റ് ഇത്തരത്തിലൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആളുകൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാരെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ വളരെയധികം എക്വിപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ട്രെയിൻ ചെയ്യുന്ന ഒരു സെഷൻ കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ സഭയുടെ ഫിനാൻസ് മാനേജർ ആയിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട സുബിൻ സാം മാമച്ചനാണ് ഇന്നത്തെ ശുശ്രൂഷിക്കുന്നത്. ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന ദിവസങ്ങളിലൊക്കെ വളരെ ഞങ്ങൾക്ക് അഭിമാനമുള്ള അച്ഛൻ്റെ ബാച്ചിൽ പഠിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്ക് കിട്ടി. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സഭകൾക്ക് പോലും പ്രിയപ്പെട്ട അച്ഛന്റെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ്. മറ്റ് സഭകൾക്ക് പോലും പ്രിയപ്പെട്ട അച്ഛൻ റിസോഴ്സ് പേഴ്സൺ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അവരെ എക്വിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അച്ഛന്റെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് പള്ളികൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിന് വേണ്ടി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു പുസ്തകമൊക്കെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം അത് ചെയ്യുന്നു എന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ, പ്രിയപ്പെട്ട അച്ഛൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഏറെ പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 45 മിനിറ്റോളം പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദിക്കാവുന്നതാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മറ്റ് സമയങ്ങൾ, ഈ ക്ലാസ്സിന്റെ സമയങ്ങൾ ദയവായിട്ട് നിങ്ങൾ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുബിനച്ചൻ, ഓവർ ടു യു സുബിനച്ചൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ റൻസി അച്ഛൻ, ഈ മീറ്റിങ്ങിന്റെ മോഡറേറ്റർ പ്രിയപ്പെട്ട പ്രിൻസ് ആർ അച്ഛൻ, വാത്സല്യമുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെ, വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. ഈ മീറ്റിംഗിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റുവർഡ്ഷിപ്പ് ഫോർ ക്രിസ്ത്യൻ മിനിസ്ട്രൻസ് എന്നുള്ള രീതിയിൽ ഏറ്റവും അനുഗ്രഹകരമായ ഒരു തീം ബേസ് ചെയ്ത് ഈ 3 ദിവസങ്ങൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിക്കുവാൻ ആനിമേഷൻ സെന്റർ എടുത്ത ഒരു ധീരമായ തീരുമാനത്തെ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അതിൽ ആദ്യ ദിവസം മാർത്തോമാ സഭയുടെ അക്കൗണ്ട്സ് ഏതൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചതിലുള്ള സന്തോഷം ബഹുമാനപ്പെട്ട റൻസി അച്ഛനോട് മറ്റ് ചുമതലക്കാരോട് ഉള്ള സന്തോഷവും സ്നേഹവും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ ആമുഖമായി അധികം പറയുവാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയം വളരെ ലഘുവായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ ഒരു അക്കൗണ്ടിങ് രീതികൾ എങ്ങനെയാണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ സമയം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിന് സാധിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവുന്ന രീതിയിൽ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർത്തോമാ സഭയുടെ എല്ലാ അക്കൗണ്ടുകളും അല്ലെങ്കിൽ മാർത്തോമാ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗിക്കേണ്ടത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പാൻ നമ്പറാണ്, അല്ലെങ്കിൽ ടാൻ നമ്പർ. പാൻ നമ്പർ ഉപയോഗിക്കുന്നതിൻ്റെയും ടാൻ നമ്പർ ഉപയോഗിക്കുന്നതിൻ്റെയും ആവശ്യകത ഞാൻ ഈ ഒരു നാളുകളിൽ പ്രത്യേകമായി പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാർത്തോമാ സഭയുടെ പാൻ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ, മാർത്തോമാ സഭയുടെ മാത്രമായി ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ ചില പ്രത്യേകതകൾ അതെന്തുകൊണ്ടാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമാ സഭയുടെ പല പള്ളികളിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് ഒരു പാൻ നമ്പർ മതിയായിരുന്നു. മാർത്തോമാ സഭയുടെ പാൻ വേണമെന്ന് ഒരു നിർബന്ധവും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ
ആ നാളുകളിൽ ആ ഇടവകയുടെ വികാരിയായിരുന്ന ഏതച്ഛനാണോ ആ അച്ഛന്റെ പാൻ ഉപയോഗിച്ച് പല പള്ളികളിലും ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഈ നാളുകളിലൊക്കെ പല അച്ഛന്മാരും അനുഭവിക്കുന്നത് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ സ്വന്തം ഈ നമ്മുടെ അച്ഛന്മാർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അവരുടേതല്ലാത്തതായ FD ഫണ്ടുകളുടെ ഇൻട്രസ്റ്റ് അവരുടെ അക്കൗണ്ടിൽ വരുന്നു. ഇത് മൂലം ഇൻകം ടാക്സിന്റെ നോട്ടീസ് അവർക്ക് ലഭിക്കുന്നതായും ഇത് വയലേഷൻ ആണ് എന്ന് പറഞ്ഞുള്ള തരത്തിൽ പല തരത്തിലുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസുകൾ അവർക്ക് ലഭിക്കുന്നതായും ഈ നാളുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബാങ്ക് അന്ന് അത്ര റിജിഡ് ആയിരുന്നില്ല. അവർ കുറച്ചുകൂടി വിശാല മനസ്സോടുകൂടിയാണ് കാര്യങ്ങൾ കണ്ടിരുന്നത്. ഏതെങ്കിലും പാൻ മതി എന്നുള്ള ചിന്തയോടെ കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ റിജിഡായി മാർത്തോമാ സഭയുടെ പാൻ ആണെങ്കിൽ സഭയുടെ പാൻ നമ്പർ തന്നെ വേണം, അല്ലെങ്കിൽ ടാൻ നമ്പർ ഉപയോഗിക്കണമെങ്കിൽ സഭയുടെ ടാൻ നമ്പർ തന്നെ ഉപയോഗിക്കണം എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് സഭയുടെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒരു ചട്ടക്കൂടുകൾ മാറുകയാണ്. ഈ പല പ്രയോജനങ്ങൾ മാർത്തോമാ സഭയുടെ പാൻ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ട്. നമുക്കറിയാം 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഒരു എക്സംഷൻ നമുക്ക് ലഭിച്ചിട്ട് വർഷങ്ങളായി. വളരെ കാലങ്ങളായി നമ്മൾക്ക് ഈ എക്സംഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ₹1 പോലും ഇൻകം ടാക്സ് സഭയ്ക്ക് സർക്കാരിൽ അടയ്ക്കേണ്ടതായി വരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാനിന്റെ പ്രയോജനം കൊണ്ടാണ്. എന്നാൽ മറ്റേത് പാൻ ഉപയോഗിച്ചാലും നമ്മൾക്ക് അതിൽ സർക്കാരിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും. ഈ പാൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പാനിന്റെ ഈ റെസ്ട്രിക്ഷൻസ് നമുക്കുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ പ്രയോജനങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഞാൻ പള്ളികളിലും അല്ലെങ്കിൽ ഭദ്രാസനങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട്. നമുക്ക് ക്യാഷ് പേയ്മെന്റ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. 10,000 രൂപയിൽ കൂടുതൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നതിന് നമുക്ക് അനുവാദമില്ല. ക്യാഷ് ഡൊണേഷൻസ് 2 ലക്ഷത്തിൽ കൂടുതൽ 1,99,999 രൂപ വരെ മാത്രമേ നമുക്ക് ക്യാഷ് വാങ്ങാൻ അനുവാദമുള്ളൂ. TDS കൃത്യമായി അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കോൺട്രാക്ട് വർക്കുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. GST റെഗുലേഷൻസ് കൃത്യമായി പാലിക്കണം. ബാങ്കിൽ നിന്നും നമ്മുടെ പണം ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ ബാങ്കിങ് സ്ഥാപനങ്ങളിലും ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇങ്ങനെ പല റെസ്ട്രിക്ഷൻസിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായ 6 റെസ്ട്രിക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ റെസ്ട്രിക്ഷൻസ് നമുക്ക് ഉള്ളപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പള്ളികളുടെയും ഒരു ഭീമമായ തുക നമുക്ക് വരവുള്ളപ്പോഴും ₹1 പോലും സർക്കാരിലേക്ക് നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാർത്തോമാ സഭയെ എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്നത്? അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, AOP എന്ന ഒരു സ്റ്റാറ്റസ് ആണ് നമുക്ക് സർക്കാർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് who come together for achieving a common objective and have the same mindset. ഒരേ ആശയത്തോടു കൂടി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന ഒരു പേരാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. സഭയെ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ AOP എന്ന ഗണത്തിലാണ് അറിയപ്പെടുന്നത്. ഈ AOP എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്കുകൾക്ക് നമ്മുടെ പാൻ നമ്പർ കാണുമ്പോൾ അവർ പറയും നിങ്ങൾ AOP അല്ല, നിങ്ങൾ ട്രസ്റ്റ് ആണ്. കാരണം നമ്മുടെ പാൻ നമ്പർ കണ്ടിട്ടുള്ളവർക്കറിയാം, പാൻ നമ്പറിന്റെ 4ാമത്തെ അക്ഷരം T എന്ന അക്ഷരമായതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ആണ് എന്ന് പറയും. എന്നാൽ മാർത്തോമാ സഭ ഒരു ട്രസ്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. AOP എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ഡീഡ് ആവശ്യമില്ല, രജിസ്ട്രേഷൻ ആവശ്യമില്ല. എന്നാൽ നമുക്കുള്ളത് AOPയുടെ ഒരു ബൈലോ ആണ്. ബൈലോ എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളിൽ പുതുക്കുന്നതായ നമ്മുടെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ എക്സംഷൻ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. AOP ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞുവല്ലോ, ഇൻകം ടാക്സിന്റെ എക്സംഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്.
സർക്കാർ പറയുന്ന മറ്റെല്ലാ രേഖകൾ, ദർപ്പൺ ID അല്ലെങ്കിൽ മറ്റ് GST നമ്പേഴ്സ്, ഇതൊക്കെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നതിന് AOP ആയിരുന്നിട്ട് പോലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ മാർത്തോമാ സഭയെ സർക്കാർ ഏത് തലത്തിലാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ട്രസ്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ അല്ല, AOP ആണ് എന്നുള്ള ഒരു ആശയം എല്ലാവരോടും പറയുന്നതിന് നമുക്ക് സാധിക്കണം. AOP എന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ഇനിയും അച്ഛന്മാരുടെ കൂടുതലായി ഡീൽ ചെയ്യുന്നതായ ചില കാര്യങ്ങളിലേക്കാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ കണക്കുകളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ഓഡിറ്റ് ഫോം സമർപ്പിക്കണമെന്ന് നമ്മളോട് പറയാറുണ്ട്. ഓഫീസിൽ നിന്നും, സഭാ ഓഫീസിൽ നിന്നും നിങ്ങൾ 10B, ഇതിന് കുറച്ച് നാൾ മുമ്പ് വരെ 10BB ഫോമിലൊക്കെ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫോം 10B അല്ലെങ്കിൽ ഫോം 10BB എന്നുള്ളത്? വളരെ ചുരുങ്ങിയ വാചകത്തിൽ പറയുന്നതായ 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അത് 10B-യിലാണ് ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല അച്ഛന്മാർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ 10B ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അതോ 10BB ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ 10B ഫോമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ കാരണം അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിരിക്കുന്ന സ്ക്രീനിൽ രണ്ടാമത് 10B-യുടെ ഫോമിന്റെ രണ്ടാമത്തെ പോയിന്റായി എഴുതിയിരിക്കുന്നത്, ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 5 crores, 5 കോടി രൂപയിൽ കൂടുതൽ വരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് 10B ഓഡിറ്റ് ഫോമാണ്. 10BB ഫോമിന്റെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് ദ ഇൻകം ഈസ് above 2.5 lakh but does not cross 5 crores, 5 കോടിയിൽ കൂടുതൽ ആകാതെ അല്ലെങ്കിൽ 5 കോടിയിൽ താഴെയാണെങ്കിൽ 10BB മതി. പലപ്പോഴും പള്ളികളിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്റർ നമ്മളോട് പറയും, നിങ്ങൾ 10BB സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം ഒരു പള്ളി, ഒരു ഇൻഡിവിജ്വൽ പള്ളി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 5 കോടിയിൽ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ 10BB സബ്മിറ്റ് ചെയ്താൽ മതി. എന്നാൽ നമ്മൾ ഒരു കൺസോൾട്ടേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 5 കോടിയല്ല, 10 കോടിയല്ല, 100 കോടിയല്ല, വളരെ വലിയ വലിയ 4 അക്കസംഖ്യ ഉള്ള കോടികളിൽ ഉള്ളതായി പ്രവർത്തിക്കുന്നതായ ഒരു സഭയാണ്. അതുകൊണ്ട് ഈ 5 കോടി എന്നുള്ള ഒരു ബാറിനപ്പുറമായി 10B ഫോം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായ 4 ഡോക്യുമെന്റ്സ്, പള്ളികളിലൊക്കെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായ 4 ഡോക്യുമെന്റ്സ് എന്താണെന്ന് അടുത്തതായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വിത്ത് ബഡ്ജറ്റ്. സാധാരണഗതിയിൽ പള്ളികളിൽ എപ്പോഴും നമ്മൾ ഇടവക സംഘത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് വരവ് ചെലവ് കണക്കുകൾ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. എന്നാൽ കഴിഞ്ഞ മണ്ഡലം 2024 സെപ്റ്റംബറിൽ കൂടിയ മണ്ഡലത്തിൽ 318A എന്ന ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ അവിടെ ഒരു വാചകം കൂടി ചേർത്തു, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിനോടൊപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കണം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താണ്, അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ സാധാരണയുള്ള വരവ് ചെലവ് കണക്കുകൾ. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തുടർന്നുള്ള കാര്യങ്ങൾക്ക് പറയാം. എന്നാൽ നമ്മുടെ ഒരു സാഹചര്യത്തിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിനോടൊപ്പം നമ്മൾ പുതിയ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കൂടി എപ്പോഴും പ്രസന്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എക്സീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒന്നാണ് സപ്ലിമെന്ററി ബജറ്റ്. ഇതും നമുക്ക് സാഹചര്യമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും സംശയമാണ്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിൽ പേരുകൊണ്ടോ അവരുടെ ആശയങ്ങൾ കൊണ്ടോ വലിയ വ്യത്യാസങ്ങളില്ല. ഇൻകവും റെസീപ്റ്റും ഏകദേശം ഒരേ മീനിങ് ഉള്ള വാചകമാണ്, പേയ്മെന്റും എക്സ്പെൻഡിച്ചറും ഏകദേശം ഒരേ മീനിങ് ഉള്ള വാചകമാണ്. പിന്നെ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പലപ്പോഴും നമുക്കൊരു സംശയം തോന്നുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മറ്റൊന്നാണ് ബാലൻസ് ഷീറ്റ്.
അത് നമ്മുടെ ബാക്കി പത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതായ നമ്മുടെ ആസ്തിയും നമ്മുടെ ലൈബിലിറ്റീസ്, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ മെയിനായി ബേസ് ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒരു എക്സാമ്പിളിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്താണ് എന്ന് ഒരു ചെറിയ 5 പോയിന്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ക്യാഷിലും ബാങ്കിങ് സെക്ടറിലും ഉണ്ടായതായ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായതായ ട്രാൻസാക്ഷൻസിനെ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. ബേസിസ് ആയിട്ടുള്ളത് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ് ആണ്. എത്ര രൂപ നമുക്ക് വന്നു, എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതിന്റെ ആക്ച്വൽ ക്യാഷ് ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പീരീഡ്, അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വെദർ ദേ റിലേറ്റ് ടു കറണ്ട് ഇയർ, പാസ്റ്റ് ഇയർ. അതായത് കുടിശ്ശികയൊക്കെ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു വർഷത്തെ അടുത്ത വർഷത്തേക്കുള്ള ആണ്ടുവരിയും കൂടെ മാസവരിയും കൂടെ അദ്ദേഹം തരികയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. ബാലൻസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്, എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. ഒരു ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്, ഒരു ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ക്യാഷിന്റെ മൂവ്മെന്റ്, എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ ഇടവകയിൽ ക്യാഷിന്റെ ഒരു മൂവ്മെന്റ് എത്രയുണ്ട് എന്ന് അറിയുന്നതിന് സാധിക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിലൊക്കെ പ്രോഫിറ്റ് ആണോ എൻ്റെ കമ്പനി ലോസിലാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിന് ബേസിസ് ആയിട്ടുള്ളത് അക്രൂവൽ ബേസിസിലാണ്. നമുക്ക് എത്ര രൂപ, റിഗാർഡ്ലെസ് ഓഫ് ക്യാഷ് ആണ്, എത്ര രൂപ നമുക്ക് കിട്ടി എന്നതിനേക്കാൾ ഉപരി എത്ര രൂപ കിട്ടുമായിരുന്നു. അതായത് പ്രിൻസ് അച്ഛൻ മാസവരി 1200 രൂപയാണ് തരേണ്ടതെങ്കിൽ 1000 രൂപയെ തന്നുള്ളൂ എങ്കിൽ 1200 രൂപയും തന്നു എന്ന് കാണിക്കുന്നതായ രീതിയിൽ ചെയ്യുന്നതായ, അക്രൂവൽ ബേസിസിൽ കാണിക്കുന്നതായ ഒരു എത്ര രൂപ വരവ് വന്നേനേയും നമുക്കുണ്ടായേനേയും എന്ന് പറയുന്നതായ രീതിയിൽ ചെയ്യുന്നതാണ് അതിന്റെ ബേസിസ്. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് കറണ്ട് ഇയറിലാണ്. അതായത് പ്രിൻസ് അച്ഛനെ വീണ്ടും ഞാൻ എടുക്കുന്നതിൽ ക്ഷമിക്കണം. അച്ഛൻ ഒരു വർഷത്തെ കൂടുതലായി തന്നു എന്നാൽ, അല്പം എമൗണ്ട് കൂടുതലായി തന്നാൽ പോലും അത് ഉപയോഗിക്കുകയില്ല. ഈ വർഷം അച്ഛൻ തരേണ്ടത് മാത്രം എടുക്കത്തേ ഉള്ളൂ. ഈ വർഷം അച്ഛൻ തരേണ്ടതായ 12 മാസത്തെ കണക്കുകൾ മാത്രമേ അവിടെ എടുക്കുള്ളൂ. 15 മാസം ഉണ്ടെങ്കിൽ ആ 3 മാസത്തെ കണക്കുകൾ എടുക്കില്ല. ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഇല്ല. എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അധിക ചെലവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധിക വരുമാനം ഉണ്ടെങ്കിൽ അത് എക്സസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതി കാണിക്കും. അല്ലാതെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഇല്ല. പർപ്പസ് എന്ന് പറയുന്നാൽ ട്രൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണ്, എൻ്റെ ഇടവകയിൽ ഇത്രയും ലഭിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി അറിയുന്നതിന് സാധിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങൾ, നമുക്ക് സാധാരണ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതൊരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അതിൽ നമുക്ക് കാണാം, ഓപ്പണിംഗ് ബാലൻസിൽ ക്യാഷും ബാങ്ക് കൂടെ ചേർത്ത് 50,000 രൂപ, ഡൊണേഷൻ 2 ലക്ഷം രൂപ കിട്ടുന്നു. സബ്സ്ക്രിപ്ഷൻ 2023-24 അഡ്വാൻസ് ഫോർ 25 ആ വർഷം കിട്ടിയതാണ്, അഡ്വാൻസ് ആണെന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ FD റിസീവ്ഡ് ആണ് 10,000 രൂപ. നമ്മുടെ പഴയ സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് 5,000 രൂപ നമുക്ക് വരുമാനം കിട്ടി. എന്നാൽ പേയ്മെന്റ് സൈഡിലേക്ക് വരുമ്പോൾ ചർച്ച് മെയിൻ്റനൻസ് 40,000, സാലറി കൊടുത്തത് 80,000, ഇലക്ട്രിസിറ്റി 20,000, പർച്ചേസ് ഓഫ് ഫർണിച്ചർ അതൊരു അസറ്റ് ആണ്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ 30,000, ക്ലോസിംഗ് ബാലൻസ് അതിന്റെ ഡിഫറൻസ് ആയ 1,55,000 രൂപ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർക്കുക. ഇനിയും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ബാലൻസ് 1,55,000 ഉണ്ടായിരുന്ന ഒരു കണക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്.
അതിന്റെ പൊസിഷൻ തന്നെ മാറി. ഇൻകം ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറയും, ഇങ്ങനെയല്ല, നേരെ താഴെയാണ് വരുന്നത്. എന്നാൽ പോലും പഴയ രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. നേരത്തെ ഇൻകം ലെഫ്റ്റ് സൈഡിലായിരുന്നു, റെസീപ്റ്റ്സ് ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ ഇൻകം റൈറ്റ് സൈഡിൽ പോരും. അവിടെ ഡൊണേഷൻസ് എടുത്തിരിക്കുന്നത് 2024 മാത്രമാണ്, അതായത് 2 ലക്ഷം രൂപ. സബ്സ്ക്രിപ്ഷൻ 2024 മാത്രമാണ് 40,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ FD 2024 10,000 രൂപയാണ് റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ കിടന്നിരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 12,000 കാരണം ഇത്രയും നമുക്ക് കിട്ടണമായിരുന്നു, എന്നാൽ ആക്ച്വലി കിട്ടിയത് 10 ഉള്ളൂ, എന്നാൽ 12 കിട്ടണമായിരുന്നു എന്ന് എഴുതുന്നതായ ഒരു കാര്യം. ചെലവ് സൈഡിലേക്ക്, എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സാലറീസിൽ വ്യത്യാസങ്ങളില്ല, മെയിൻ്റനൻസിൽ വ്യത്യാസങ്ങളില്ല, ഇലക്ട്രിസിറ്റിയിൽ വ്യത്യാസമില്ല. എന്നാൽ ഫർണിച്ചർ എന്നുള്ള 20,000 രൂപയുടെ ചെലവ് അവിടെ കാണുന്നില്ല. പകരം ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, അതായത് 30,000 രൂപയുടെയോ 20,000 രൂപയുടെയോ ഒരു ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിന്റെ തത്തുല്യമായ തുക ഡിപ്രീസിയേഷനായി കാണിച്ച് മറ്റ് എമൗണ്ട്, അതായത് ബാക്കി നമ്മൾ വാങ്ങിച്ചതായ ഫർണിച്ചർ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാചകം സർപ്ലസ് ആണ്. അത് ബാലൻസിങ് ഫിഗറായി കാണിക്കുന്നു. 2,52,000 രൂപ വരവുള്ളപ്പോൾ 1,09,000 രൂപ വ്യത്യാസമുള്ള, അതായത് വരുമാനം കൂടുതലുള്ള ഒരു കണക്കാണ് നമ്മൾ ഇവിടുത്തെ ഈ എക്സാമ്പിളിലൂടെ പറയാൻ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതാണ് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പലപ്പോഴും പള്ളികളിൽ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഉണ്ടാക്കിയതിനു ശേഷം ട്രസ്റ്റിമാർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം അത് കൃത്യമായി ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ അതിന്റെ പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും ഓഡിറ്റേഴ്സ് ആണ് കൂടുതലായി നമ്മളെ അത് സഹായിക്കുന്നത്. എന്നാൽ എന്താണ് ഇതൊന്ന് ചെറുതായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് ഞാൻ പോവുകയാണ്. TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നമ്മൾ പല പള്ളികളിലും ഉള്ളതായ പല പ്രവർത്തനങ്ങൾക്കും TDS കട്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു കോൺട്രാക്ട് വർക്ക് ആയിരിക്കാം, നമ്മുടെ ഒരു ലോയറിന്റെ സേവനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സമയത്തായിരിക്കാം, ഒരു ഇൻകം ഒരു CA ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റിങ്ങിന്റെ സേവനം ഉപയോഗിക്കുമ്പോൾ, ഒരു ആർക്കിടെക്റ്റിന്റെ സേവനം ഉപയോഗിക്കുമ്പോൾ, ഒരു എഞ്ചിനീയറിന്റെ സേവനം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വസ്തു വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായ ഒരു കാര്യമാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പള്ളിയിൽ ഒരു മതിൽ കെട്ടുന്നതിന് അല്ലെങ്കിൽ മതിൽ പണിയുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ടറിന് പണം കൊടുക്കുന്നതായ സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പള്ളിയാണ്. ആ പള്ളിയിൽ നിന്നും കോൺട്രാക്ടറായ A എന്ന കോൺട്രാക്ടറിന് ഞാൻ പണം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പള്ളിയാണ്. ആ കൊടുക്കുന്ന ആളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക, അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആ സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ള വളരെ ചെറിയ ഒരു പ്രക്രിയയാണ് TDS എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകൾ മർത്തോമാ സഭയ്ക്കും കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല പള്ളികളിലും അതിന്റെ ഭീമമായ തുക ഫൈൻ വരികയും, ഫൈൻ ഇൻ ദ സെൻസ് അതിന്റെ ലീഗൽ ആക്ഷൻ നമുക്കെതിരെ വരികയും അതിന് ഫൈൻ സഭയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല പള്ളികളിലും വലിയ തുകകൾ അതിനുവേണ്ടി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായി TDS ഡിഡക്റ്റ് ചെയ്യണം. പലപ്പോഴും പല ആളുകളും പറയും, ഞങ്ങൾക്ക് പാൻ നമ്പർ ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ക്യാഷ് ഇങ്ങ് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് സഭയുടെ പ്രസ്റ്റീജ് അല്ലെങ്കിൽ സഭയുടെ പ്രയാസകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ആരും ശ്രമിക്കരുത്. ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായ സാഹചര്യങ്ങളിൽ അത് കൃത്യമായി ചെയ്യുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കാണുന്നത് ഉദാഹരണത്തിനുള്ള ഒരു പാൻ നമ്പറാണ്. ഈ പാൻ നമ്പറിൽ 10 അക്ഷരങ്ങളുള്ളതിൽ 4-ാമത്തെ അക്ഷരം നിങ്ങൾ ശ്രദ്ധിക്കണം,
ടി എന്ന അക്ഷരമാണ്. ടി എന്ന അക്ഷരമാണ് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ TDS ഡിഡക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നാലാമത്തെ അക്ഷരം, ടി എന്ന അക്ഷരം എന്നല്ല, നാലാമത്തെ അക്ഷരം. ഇവിടെ ഇപ്പോൾ നാലാമത്തെ അക്ഷരം ടി എന്ന അക്ഷരമാണ്. തൊട്ട് താഴെയായി എഴുതിയിട്ടുണ്ട് PATHFC. പല പാനുകളിൽ പല അക്ഷരങ്ങളാണുള്ളത്. എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വ്യക്തിപരമായ പാനുകൾ നോക്കിയാൽ അതെല്ലാം പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ പി എന്ന അക്ഷരമായിരിക്കും ഉള്ളത്. എന്നാൽ മറ്റു പലർക്കും കമ്പനി ആണെങ്കിൽ C ആയിരിക്കാം, ഫേം ആണെങ്കിൽ F ആയിരിക്കാം, അസോസിയേഷൻ ആണെങ്കിൽ A ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ ലഭിച്ച പാൻ ആയതുകൊണ്ട് ട്രസ്റ്റ് എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സഭ ഉപയോഗിക്കുന്നത്. ഒക്കെ ഉപയോഗിക്കുന്നത് പി എന്ന അക്ഷരമാണ്. ഒരു വ്യക്തിക്ക് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പാൻ നമ്പറിന്റെ നാലാമത്തെ അക്ഷരം പി എന്ന അക്ഷരമാണെങ്കിൽ 1% നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. പി അല്ലാത്ത ഏത് അക്ഷരമാണെങ്കിലും 2% ഡിഡക്റ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നമ്പർ വെറുതെ ഞാൻ നൽകിയത്. ഇത് ടി എന്ന അക്ഷരമാകുമ്പോൾ ഇവിടെ 2%. നമ്മുടെയൊക്കെ പാൻ ആണെങ്കിൽ അത് പി എന്ന അക്ഷരമാണ്. അപ്പോൾ 1% ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മുടെയൊക്കെ ഇടവകൾ ചെയ്യുന്ന ഒരു കൺസോൾട്ടേഷന്റെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില മേഖലകൾ, ഞാൻ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. വാസ്റ്റായി പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. കൺസോൾട്ടേഷന്റെ ഒരു പ്രോസസ്, 3 തരത്തിലുള്ള കൺസോൾട്ടേഷൻ ആണ് നമുക്ക് ഉള്ളത്. ഒന്ന്, ഒരു പള്ളിയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. 2, ഒരു ഭദ്രാസനത്തിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. 3, സഭയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ പാരിഷ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഇടവകയിലെ കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം ഇടവകയുടെ പോഷക സംഘടനകൾ, ഇടവകയുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ഇടവകയിലെ മറ്റ് സംഘടനകൾ എല്ലാം കൂടി ചേർന്ന് പല കണക്കുകൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റ കണക്കാക്കുന്നു. അപ്പോൾ 318A എന്ന ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പള്ളിയുടെ കണക്ക് മാത്രമായി ഇടവക സംഘത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റിയുടെ ഉത്തരവാദിത്വം തീർന്നു. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നമ്മുടെ കണക്കുകൾ കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായതിനാൽ ആ ഇടവകയുടെ അണ്ടറിലുള്ള മറ്റ് സംഘടനകളെ എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അച്ഛന്മാര് അല്ലെങ്കിൽ ട്രസ്റ്റിമാരാണ്. എല്ലാ സംഘടനകളുടെയും കണക്കുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒറ്റ കണക്കാക്കും. ഒരു പള്ളിയുടെ 10 സംഘടനകളുടെ 10 സംഘടനകളും പള്ളിയുടെ കണക്കും ചേർത്ത് 11 സംഘടനകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ കണക്കാക്കും. അതാണ് 10B. ഈ 11 സംഘടനകളുടെ അല്ലെങ്കിൽ 11 കണക്കുകൾ ചേർന്നുള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ കൺസോൾട്ടേറ്റഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, കൺസോൾട്ടേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, കൺസോൾട്ടേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ 3 ഡോക്യുമെന്റിൽ നിന്നാണ് ഓഡിറ്റർ ഞാൻ പറഞ്ഞതുപോലെ ഫോം 10B ഉണ്ടാക്കി നൽകുന്നത്. ഈ ഫോം 10B ആണ് ഫസ്റ്റ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ. ഫസ്റ്റ് ലെവൽ ഓഫ് കൺസോൾട്ടേഷന് ശേഷം നമ്മൾ ഈ ഡോക്യുമെന്റ് ഭദ്രാസനത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഭദ്രാസനത്തിൽ 100 പള്ളികൾ ഉണ്ടെങ്കിൽ 100 10Bകൾ ലഭിക്കണം. അതിനോടൊപ്പം ഭദ്രാസനം നേരിട്ട് നടത്തുന്നതായ പല സംഘടനകളുണ്ട്. ഭദ്രാസന വിഭജന സഖ്യം, ഭദ്രാസന സേവികാ സംഘം, അങ്ങനെയുള്ള പല സംഘടനകൾ. ഭദ്രാസനത്തിന്റെ കീഴെയുള്ള പല സെന്ററുകളുണ്ട്. കോഴഞ്ചേരി സെന്റർ, അല്ലെങ്കിൽ പത്തനംതിട്ട സെന്റർ, കടമനിട്ട സെന്റർ, അങ്ങനെ പല സെന്ററുകൾ ഒരുമിച്ച് പല സെന്റർ യുവജന സഖ്യം, സെന്റർ സൺഡേ സ്കൂൾ, അങ്ങനെ പല സെന്റർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷൻസിന്റെ എല്ലാം കണക്കുകൾ ചേർത്ത് 100 പള്ളികൾ, മറ്റു പല ഓർഗനൈസേഷൻസ് വരുമ്പോൾ ഏകദേശം 160-150 വരുന്ന 10Bകൾ വരും. ഈ 150 10Bകൾ ഒരുമിച്ച് ചേർത്ത് ഒരു കൺസോൾട്ടേഷൻ നടക്കും. അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ. അപ്പോൾ 150ഓളം 10Bകൾ ചേർത്ത് ഭദ്രാസനത്തിന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഒരു കൺസോൾട്ടേഷൻ ചെയ്യും. ആ കൺസോൾട്ടേഷനാണ് സഭാ ഓഫീസിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് തേർഡ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ ആരംഭിക്കുന്നത് അവിടെയാണ്. റാന്നി നിലയ്ക്കൽ നിന്നും അടൂരിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും ഒക്കെ വരുന്നതായ ഓരോ കൺസോൾട്ടേഷൻ ഫോമിൽ
ഏകദേശം 150-ഉം 160-ഓളം പള്ളികളുടെ കണക്കുകൾ അല്ലെങ്കിൽ സംഘടനകളുടെ കണക്കുകൾ ചേർന്നതിന് ശേഷം മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ ഡയറക്റ്റായി നടത്തുന്ന കേന്ദ്ര യുവജന സഖ്യം, കേന്ദ്ര സൺഡേ സ്കൂൾ, സേവികാ സംഘം, സെമിനാരികൾ, മറ്റു പല കാര്യങ്ങൾ, പല കേന്ദ്ര ഓഫീസ് അല്ലെങ്കിൽ സഭാ ഓഫീസായി ക്രമീകരിക്കുന്ന പല കാര്യങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ടെൻബികൾ വരും. അത് ഏകദേശം 10-60ഓളം ടെൻബികൾ വരും. ഈ 10-60ഓളം ടെൻബികൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ 3rd ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ ചെയ്യും. ഈ ഒരു പ്രോസസ് കൃത്യമായി ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ കൃത്യമാകണമെങ്കിൽ പള്ളികളിലെ ഓരോ സംഘടനകളും പ്രാർത്ഥനാ കൂട്ടങ്ങളും കൃത്യമായി കണക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ പോവുകയാണ്. നമ്മൾ സാധാരണയായി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ചില ബുക്കുകൾ, പള്ളികളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ബുക്കുകൾ എന്ന് സഭ ആഗ്രഹിക്കുന്നതായ ചില ബുക്കുകളുടെ കാര്യങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒന്ന് പ്രോപ്പർട്ടി ഡീഡുകളാണ്. പല പള്ളികളിലും ഇല്ലാത്തതായ ഒരു കാര്യമാണ്. നമ്മുടെ വസ്തുക്കൾ എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ രേഖകൾ എന്ന് കൃത്യമായി ഉള്ളതായ ഒരു രേഖ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ കോപ്പികൾ നമ്മൾ സൂക്ഷിക്കണം. ഒറിജിനൽ സഭാ ഓഫീസിലാണ് സൂക്ഷിക്കേണ്ടത്. കോപ്പികൾ അതാത് പള്ളികളിൽ യൂസ് ചെയ്യണം. 2, ചെക്ക് ബുക്കുകളും പാസ്ബുക്കുകളും FD റെസിപ്റ്റുകളും. ഇത് പലപ്പോഴും മിസ്യൂസ് ആയി പോകുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് കൃത്യമായി ട്രസ്റ്റിമാർ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നമ്മൾ നൽകണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ ആസ്തി ബാധ്യതകളുടെ ഒരു ലിസ്റ്റ്, അത് ഭരണഘടനയിലുള്ളതായ വാചകമാണ്. ആസ്തി ബാധ്യതകളുടെ കണക്കുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തത് സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. വസ്തു എവിടെയാണുള്ളത്, ഇത്ര കസേരകളുണ്ട്, ഇത്ര മേശയുണ്ട്, ഇത്ര ഫാനുകളുണ്ട് എന്നുള്ളതായ ഒരു ഇമ്മൂവബിൾ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ഒരു രജിസ്റ്റർ. അടുത്തത് ശവസംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സെമിത്തേരികളുടെ ഒരു കൃത്യമായ ഒരു രജിസ്റ്റർ. അത് എവിടെയാണ്, ഇന്ന കുടുംബത്തിലെ ഇന്ന ആൾ എവിടെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടാകണം. അടുത്തത് എൻഡോമെന്റ് രജിസ്റ്ററാണ്. പല പള്ളികളിലും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായ എൻഡോമെന്റ് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്തിൽ ഒരാൾ തരികയാണ്, എൻ്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത്ര രൂപ നൽകുന്നു, അത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. 25 വർഷം കഴിയുമ്പോൾ തന്ന ആൾ മരിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ. ഈ പണം ആര് തന്നതാണ്, എന്തിന് തന്നതാണെന്ന് അറിയാതെ ഈ ഫണ്ട് അവരുടെ വെറുതെ കിടക്കും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു എൻഡോമെന്റ് രജിസ്റ്റർ ഉണ്ടാകുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പണം സ്വീകരിച്ചത് എന്നൊക്കെ കൃത്യമായി പറയുവാൻ സാധിക്കുന്നതായ ഒരു രജിസ്റ്റർ. അടുത്തത് ഒരു അക്വിറ്റൻസ് രജിസ്റ്ററാണ്. നമ്മുടെ പള്ളികളിലൊക്കെ സാലറി വാങ്ങുന്നവർ, അച്ഛന്മാരെന്ന് ഉദ്ദേശിക്കുന്നില്ല, സാധിക്കുമെങ്കിൽ അങ്ങനെയും നല്ലതാണ്. അക്വിറ്റൻസ് രജിസ്റ്റർ, ജോലിക്കാർ, ശുശ്രൂഷകരുണ്ട്, ക്ലർക്കുകളുണ്ട്, അവർക്കൊക്കെ സാലറി കൊടുക്കുമ്പോൾ ഒരു അക്വിറ്റൻസ് രജിസ്റ്റർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ചെക്ക് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, നമ്മളൊരു ചെക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. റെസിപ്റ്റ് ഇഷ്യൂ രജിസ്റ്റർ, നമ്മുടെ പള്ളിയിൽ ഒരു റെസിപ്റ്റ് അടിക്കുന്നതിന് പല പ്രോസസ്സാണുള്ളത്. ഇടവസംഘം കൈസ്ഥാന സമിതി തീരുമാനിച്ച് ഇടവസംഘത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു 40 ബുക്ക് അടിക്കുന്നു. 10 വർഷമായപ്പോൾ അന്നത്തെ ട്രസ്റ്റി പറയുന്നു, എൻ്റെ കയ്യിലുള്ള എല്ലാ പുസ്തകവും തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും 30ാമത്തെ നമ്പർ പുസ്തകമാണ് എടുത്തത്. ഈ റെസിപ്റ്റ് ഇഷ്യൂ രജിസ്റ്റർ ഉണ്ടെങ്കിൽ എത്ര പുസ്തകം നമുക്ക് എടുത്തു, എത്ര പുസ്തകങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായി ഒന്ന് അടയാളപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു മിസ്യൂസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന്, അല്ലെങ്കിൽ പലതരത്തിൽ പല പള്ളികളിലും ഉണ്ടായിട്ടുള്ള പ്രയാസമാണ്, ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് സാധിക്കും. ഹാൻഡിങ് ഓവർ രജിസ്റ്റർ പല പള്ളികളിലും ഇല്ലാത്തതായ ഒന്നാണ്. ഒരു ട്രസ്റ്റിക്ക് ശേഷം മറ്റൊരു ട്രസ്റ്റി വരുമ്പോൾ പല പള്ളികളിലും പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ. കാരണം ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാകാത്ത സാഹചര്യത്തിൽ അവൻ എനിക്കിതൊന്നും തന്നിട്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതായ ഒരു വാചകമാണ്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ഈ ഒരു രജിസ്റ്റർ ആവശ്യം. അച്ഛന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാ രജിസ്റ്റർ അല്ലെങ്കിൽ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കൈമാറുമ്പോൾ ഇന്ന ആൾ ഇത്ര ഡോക്യുമെന്റ്സ് എനിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നതായ ഒരു ഹാൻഡിങ് ഓവർ രജിസ്റ്റർ, അതിൽ 2 പേർ ഒപ്പിടുകയും വികാരി അച്ഛൻ അതിൽ ഒരു കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് പിന്നീട് ഒരു തർക്കം ഉണ്ടാകുന്നതിന് അനുവാദം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വൗച്ചർ ബുക്ക് എല്ലാ സംഘടനകൾക്കും ഉണ്ടാകണം.
പ്രാർത്ഥനാ കൂട്ടത്തിനും ഉണ്ടാകണം. എല്ലാ സംഘടനകൾക്കും 5 രൂപ ചെലവുള്ളതായ ഒരു സംഘടനയാണെങ്കിൽ, 5 രൂപ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 10 പൈസയാണെങ്കിൽ പോലും ഒരു വൗച്ചർ ബുക്ക് ഉണ്ടാകണം. റെസീപ്റ്റ് ബുക്ക്. പലപ്പോഴും പല പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും രസീത് ബുക്കുകളില്ല. അവർ ചെയ്യുന്നത് ഇന്നത്തെ പ്രാർത്ഥനയിൽ, സുബിന്റെ വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ നിന്ന് 365 രൂപ സ്തോത്ര കാഴ്ച കിട്ടി എന്ന് രസീത് ബുക്ക്, റിപ്പോർട്ട് ബുക്കിൽ മെൻഷൻ ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമ്മളത് നമ്മുടെ ട്രസ്റ്റിമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓരോ ദിവസവും അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ നമ്മളുടെ കാര്യങ്ങൾ കൃത്യമാകുന്നതിന്, ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന്, ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആകുന്നതിന് കൃത്യമായി രസീത് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഡേ ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് അതെല്ലാ പള്ളികളിലും ഉണ്ട്. എന്നാൽ ഇത് സംഘടനകൾക്കും പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും ഉണ്ടാകണം. ലെഡ്ജർ. എന്താണ് ലെഡ്ജർ എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കൃത്യമായി ഉണ്ടാകണമെന്ന് നമ്മൾ നിർബന്ധം ഉണ്ടായിരിക്കണം. ഒരു സബ്സ്ക്രിപ്ഷൻ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അടുത്തത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ബുക്കാണ്. പലപ്പോഴും ഈ ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ബുക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന ആശയങ്ങൾ അത് വളരെ കൃത്യമാണ് എന്ന് പറയുന്ന ഒറ്റ വാചകത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് എഴുതാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുത്തക്ക രീതിയിൽ ഒരു പുസ്തകം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ഒരാൾ എഴുതി അത് മാറ്റി ഇനി അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റുന്ന ഒരു സാഹചര്യമില്ല. അത് കൃത്യമായി എഴുതുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കോർപ്പസ് ഫണ്ട്. പലപ്പോഴും ഈ നാടുകളിൽ എന്നെ അച്ഛന്മാർ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വിളിക്കുന്നത് ഈ കോർപ്പസ് ഫണ്ടിന്റെ ഒരു ആവശ്യത്തിനാണ്. കോർപ്പസ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി, പള്ളി പണിയുന്നതിന് വേണ്ടി സുബിൻ നൽകുന്നതായ എമൗണ്ട്, സുബിൻ നൽകുന്നതായ പള്ളി പണിയുടെ എമൗണ്ട് പിന്നീട് വേറെ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കില്ല. 50 ലക്ഷം രൂപയ്ക്ക് പള്ളി പണിയാൻ തീരുമാനിച്ചു, നമുക്ക് 54 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു എന്ന് വിചാരിക്കാം. 50 ലക്ഷമായപ്പോൾ പള്ളി പണി തീർന്നു. ബാക്കി 4 ലക്ഷം രൂപ കൊണ്ട് പാഴ്സനേജിന് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഈ 54 ലക്ഷം രൂപയും നമുക്ക് ലഭിച്ചപ്പോൾ നമുക്കൊരു ഇന്റൻഷൻ ലെറ്റർ ലഭിച്ചിരുന്നു. ആ ഇന്റൻഷൻ ലെറ്ററിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ പണം നൽകുന്നത് പള്ളി പണിക്കാണ്. ഈ അടുത്ത കാലത്ത് മാർത്തോമാ സഭയ്ക്ക് ഒരു നോട്ടീസ് ഇൻകം ടാക്സിൽ നിന്ന് ലഭിച്ചു, 143 പ്രകാരം. അതിൽ പറഞ്ഞിരിക്കുന്നത് മാർത്തോമാ സഭയ്ക്ക് ഏകദേശം 22-23 9 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ടാണ് കിട്ടിയത് എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും, പല പള്ളികളിൽ നിന്നും. ഈ 9 കോടിയുടെയും ഇന്റൻഷൻ ലെറ്റർ വേണം. 9 കോടി ആരുടേതാണെന്നുള്ള കൃത്യമായ ഡേറ്റ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവർ നമ്മളോട് ഓരോ പള്ളികളുടെയും ഡീറ്റെയിൽസ് ചോദിച്ചു. പല പള്ളികളിലും 2020 മുതൽ പറയുന്നതായ ഇന്റൻഷൻ ലെറ്റർ പല പള്ളികളിലും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിന്റെ ഒരു പ്രയാസം അനുഭവിച്ചത് ബഹുമാനപ്പെട്ട അച്ഛന്മാരും ട്രസ്റ്റിമാരുമാണ്. ആ തന്നവർ പലരും മരിച്ചുപോയി. ഒരു ലെറ്റർ ഉണ്ടാക്കാൻ പലരും പ്രയാസപ്പെട്ടു. പിന്നീട് അവരുടെ മക്കളിൽ നിന്നോ ഒക്കെ ഡോക്യുമെന്റ്സ് പിന്നീടാണ് ഉണ്ടാക്കി തന്നത്. ഈ കോർപ്പസ് ഫണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോർപ്പസ് ഫണ്ട് എന്നൊരു ആശയം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ ഇന്റൻഷൻ ലെറ്റർ ഉണ്ടാകണം. അത് കൃത്യമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാകണം. മറ്റൊരു ആവശ്യത്തിനും ആ പണം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ഓർപ്പിക്കട്ടെ. ഒരു ബഡ്ജറ്റിന്റെ പ്രക്രിയ. ഏത് സംഘടനയ്ക്കാണ് ബഡ്ജറ്റ് ആവശ്യം? പലപ്പോഴും പള്ളികൾക്ക് മാത്രമാണ് ബഡ്ജറ്റ് ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ പള്ളിക്കല്ല, പള്ളിക്ക് മാത്രമല്ല, എല്ലാ സംഘടനകൾക്കും ഉണ്ടാകണം. യുവജന സഖ്യത്തിനുണ്ടാകണം, സൺഡേ സ്കൂളിനുണ്ടാകണം. ബഡ്ജറ്റ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത വർഷത്തെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് അത് പ്ലാൻ ചെയ്യുന്ന ഒരു ആശയം വരുത്തുക എന്നുള്ളതാണ്. അത് കൃത്യമായി പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനുള്ളിൽ തന്നെ നമ്മുടെ ചെലവുകളും വരവുകളും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ ഒരു ബഡ്ജറ്റ് പ്ലാൻ പലപ്പോഴും ഉണ്ടാകാത്തതിന്റെ ഒരു പ്രയാസം പല പള്ളികളിൽ ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിങ്ങിന്റെ ഒരു പ്രാധാന്യം പറയാൻ ഞാൻ ശ്രമിച്ചത്. ഇനിയും ചില ജനറൽ ഗൈഡ് ലൈൻസ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 1, കോർപ്പസ് ഫണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 2, FD ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്. മാർത്തോമാ സഭയുടെ ഈ FD എല്ലാ പള്ളികളുടെയും FDകളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള TDS, നിങ്ങളുടെ ഓരോ പള്ളികളിൽ നിന്നും പിടിക്കുന്നതിന്റെ TDS, അത് തിരികെ വരുന്നത്, അത് റീഫണ്ട് ആകുന്നത് മാർത്തോമാ സഭയുടെ തിരുവല്ലയിലുള്ള ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലാണ്. ഈ പണം അതാത് പള്ളികൾക്ക് തിരികെ നൽകുന്നതിന് സഭ കാലാകാലങ്ങളിൽ നോട്ടീസ് അയക്കും. എന്നാൽ 2 കാര്യങ്ങളാണ് സഭ ചോദിക്കുന്നത്. 1, നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പിടിച്ചു എന്നതിന്റെ കൃത്യമായ എക്സൽ ഷീറ്റ് ഡോക്യുമെന്റ് ഞങ്ങൾക്ക് വേണം. 2,
ഈ പള്ളിയിൽ നിന്നും ഇത്ര രൂപ ഇന്ന ബാങ്കിൽ നിന്നും TDS കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതായ ബാങ്കിന്റെ സിഗ്നേച്ചറും സീലുമുള്ള ഒരു ഡോക്യുമെന്റ്. അതിന് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നോ TDS സർട്ടിഫിക്കറ്റ് എന്നോ പറയും. ഈ രീതിയിൽ കൃത്യമായ ഡോക്യുമെന്റ്സ് നൽകുകയാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം, ഈ പണം മുഴുവൻ എത്ര രൂപയുണ്ടോ അത്രയും രൂപയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 2.5 കോടി രൂപ നമ്മൾ പള്ളികൾക്ക് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പലർക്കും ഒരു ആശയമുണ്ട്, ഇത് പള്ളിക്ക് സഭയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സഭ എടുത്തുകൊണ്ട് പോവുകയാണ്. സഭയ്ക്ക് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അത് പള്ളികൾക്ക് അവകാശപ്പെട്ടതാണ്. 2.5 കോടി രൂപയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അസറ്റ് രജിസ്റ്ററിന്റെയും സ്റ്റോക്ക് രജിസ്റ്ററിന്റെയും കാര്യം ഞാൻ പറഞ്ഞു. പല പള്ളികളിലും പേയ്മെന്റ് ഭദ്രാസന ഓഫീസിലോ സഭാ ഓഫീസിലോ അടച്ചതിന് ശേഷം അറിയിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ മാസങ്ങൾ, മാർച്ച് മാസത്തിലൊക്കെ പലർക്കും അറിയാം, ഞങ്ങൾ ഓഫീസിൽ നിന്നും പല തവണ മെസ്സേജ് അയച്ചു. മാർച്ച് മാസം 24 മുതൽ 31 വരെ ഏകദേശം 18 ലക്ഷം രൂപ വന്നു. ആരുടേതാണെന്ന് അറിയില്ല. ഒരു മെയിലുമില്ല, ഒരു മെസ്സേജുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾക്കറിയാവുന്ന ബാങ്കുകളിൽ ചെന്ന്, ഓരോ ബാങ്കുകളിൽ ചെന്ന് ഇന്ന ബാങ്കിൽ നിന്നും ഏത് ബ്രാഞ്ചാണ്, ആ ബ്രാഞ്ചിനടുത്തുള്ള മാർത്തോമാ പള്ളി ഏതാണ്, അവിടെയുള്ള വികാരി അച്ഛൻ ഏതാണ് എന്നൊക്കെ കോണ്ടാക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രയാസമേറിയ സാഹചര്യമാണ്. അത് ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും GPay അല്ലെങ്കിൽ ഫോൺപേ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. പള്ളിയുടെ ഒരു അത്യാവശ്യം ഒരു സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ പേയ്മെന്റ് എൻ്റെ വ്യക്തിപരമായ GPayയിൽ നിന്ന് ഉപയോഗിക്കും. ഇത് പലപ്പോഴും നമ്മളെ ഒരു സംശയത്തിന്റെ നിഴലിലാക്കാൻ സാധിക്കും. നമ്മൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്നതായ കാര്യമായിരിക്കാം, എന്നാൽ അത് പലപ്പോഴും പ്രയാസമുണ്ടാകും. ഈ GPayയിൽ തന്നെ അച്ഛന് ഞാൻ ഡൊണേഷൻ അയച്ചിട്ടുണ്ട്, അച്ഛൻ അത് വരവ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിലും പറയും. നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയോ ഓഫീസ് ബെയറേഴ്സിന്റെയോ ബാങ്ക് അക്കൗണ്ടുകളിൽ, അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്സോ അല്ലെങ്കിൽ ചെലവുകളോ വരവുകളോ വരുത്തുന്നതിന് അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സഭയ്ക്ക്, ഇടവകയ്ക്ക് അക്കൗണ്ട് ഉണ്ട്, ഇടവകയ്ക്ക് ബാങ്ക് നെഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഓർക്കണം. നമുക്ക് അനുവാദമില്ലാത്തതായ 3 കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് പറയുന്നില്ല. ലക്കഡിപ്പ്, ഫുഡ് സെയിലുകൾ, ചിട്ടി. മാർത്തോമാ സഭയുടെ സ്വന്തമായ ഒരു ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ 2026 ജനുവരി മാസത്തോടുകൂടി എല്ലാ പള്ളികളിലും ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത്. ഏറ്റവും ഒരു പ്രയോജനകരമായ രീതിയിൽ, ഏറ്റവും ഭംഗിയായ രീതിയിൽ, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രോസസ്സിലാണ് ഇപ്പോൾ എന്നും അറിയിക്കട്ടെ. യാതൊരു തരത്തിലുള്ള ഒരു ഫോറിൻ റിസീപ്റ്റ്സും നമുക്ക് സ്വീകരിക്കാൻ ഇപ്പോൾ അനുവാദമില്ല. മാർത്തോമാ സഭയ്ക്ക് ഒറ്റ FCRA അക്കൗണ്ടേ ഉള്ളൂ, അത് സഭയ്ക്കാണുള്ളത്. അതിന്റെ ഒരു ചില പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പള്ളികൾക്കും ഫോറിൻ റിസിപ്റ്റ് സ്വീകരിക്കുന്നതിന് അനുവാദമില്ല. അടുത്തത്, ലോൺ എമൗണ്ട് എബവ് 20,000 രൂപയിൽ കൂടുതൽ ഒരു റെസിപ്റ്റിലൂടെയോ പേയ്മെന്റ്സിലൂടെയോ ലോൺ എമൗണ്ടുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതായത് അഡ്വാൻസ്. പല പള്ളികളിലും ഒക്കെ കൃത്യമായി കണക്ക് എഴുതാതെ വരുമ്പോൾ അവസാനം ട്രസ്റ്റി, അഡ്വാൻസ് ഫ്രം ട്രസ്റ്റി 1.5 ലക്ഷം രൂപ എന്ന് എഴുതും. ഇത് ക്യാഷ് ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സാഹചര്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 20,000 രൂപയിൽ കൂടുതൽ ക്യാഷ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ റീഫണ്ട്, അഡ്വാൻസ് എന്നുള്ള എമൗണ്ടുകൾ 20,000 രൂപയിൽ കൂടുതൽ പറ്റില്ല എന്നും ഓർമ്മിക്കട്ടെ. തിരികെ ആ പണം നൽകുമ്പോഴും അത് ബാങ്കിലൂടെ മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. ഇത്രയുമാണ് ഞാൻ ഈ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിച്ചത്. വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. വളരെ ക്ലാരിറ്റിയാണ് അച്ഛൻ സംസാരിച്ച കാര്യങ്ങളിൽ. വളരെ കൃത്യമായിട്ട് അച്ഛനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പ്രിയപ്പെട്ട അച്ഛന്മാരെ, എനിക്ക് തോന്നുന്നു അച്ഛന്മാർ ഇപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛന്മാർക്ക് വളരെയധികം പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഈ നിമിഷങ്ങളൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ പങ്കുവച്ചത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് ചുരുക്കി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ 3 പേർക്ക് സംസാരിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട ഉത്തരം നൽകും. പിന്നീട് നമുക്ക് ബാക്കി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി പ്രിയപ്പെട്ട അച്ഛൻ നൽകുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യുകയോ ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഓർപ്പിക്കട്ടെ, ചുരുക്കമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന്മാർ ശ്രമിക്കുക. യെസ്, ജോർജ് എബ്രഹാം അച്ഛൻ. അച്ഛൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അച്ഛന് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അതിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് സുബ്രഹ്മണ്യൻ പറഞ്ഞതിനകത്ത് എനിക്കൊരു ക്ലാരിഫൈ നമ്മൾ പറഞ്ഞതിനകത്ത് ഇപ്പം ഈ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടേണ്ട തുക മുഴുവൻ രേഖപ്പെടുത്തുന്നത്, കിട്ടാത്ത തുക എങ്ങനെ രേഖപ്പെടുത്താൻ പറ്റുന്നത്? ഇൻകമിനകത്ത് എങ്ങനെ ചേർക്കും? ഇപ്പം 1,50,000 രൂപ നമുക്ക് കിട്ടി, കിട്ടേണ്ടത് 4 ലക്ഷം രൂപയാണ്. ഇൻകം അങ്ങനെ ചേർക്കാൻ പറ്റുമോ? ഇൻകത്തിനകത്ത് എങ്ങനെ ചേർക്കുന്നത്? അതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കിട്ടിയ എമൗണ്ട് അല്ലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? യെസ്, അച്ഛന്റെ ചോദ്യം ക്ലിയർ ആണ്. മറ്റാർക്കെങ്കിലും പ്രിയപ്പെട്ട അച്ഛൻ അത് നോട്ട് ചെയ്യും, അതിനുശേഷം ഒരുമിച്ച് ഉത്തരം പറയുന്നതാണ്. ഈ സമയത്ത് വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടോ അച്ഛന്മാരെ? ജോർജ് എബ്രാച്ചൻ, ജോർജ് എബ്രാച്ചൻ സംസാരിക്കുന്നത്. അച്ഛന്റെ മൈക്ക് മ്യൂട്ട് ആണ് അച്ഛാ. ഓക്കെ, നമ്മൾ ഈ വിവരങ്ങള് നമ്മുടെ ഇടവകയിലെ ട്രസ്റ്റിമാരെയാണ് വാസ്തവത്തിൽ ഇത് ഈ കണക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഓർപ്പിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ വർഷം മീറ്റിംഗ് വിളിച്ചു കൊടുത്തത് മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതാത് ഭദ്രാസനത്തിലുള്ള പിന്നെ ട്രസ്റ്റീസിനെ വിളിച്ച് ഈ വിവരങ്ങൾ പറഞ്ഞാൽ കണക്ക് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ അച്ഛന്മാർ പറയുന്നുണ്ടെ പറയാം അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഇപ്പം കണക്ക് സംബന്ധിച്ച് പല ട്രസ്റ്റുകൾക്ക് പറയാം, പുതിയ രീതിയിൽ ഈ TDS കാര്യവും പിന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് സഭയിൽ നിന്ന് കിട്ടുന്ന കാര്യവും ഒക്കെ ചെയ്യാനുള്ള പലരും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭദ്രാസനം ബേസിൽ ഒന്നില്ലെങ്കിൽ പിന്നെ ഗൂഗിൾ മീറ്റ് വല്ലതും വിളിച്ചു കൂട്ടിയാലും മതി ഈ വിവരങ്ങൾ എത്രയും പെട്ടെന്ന്. അതായത് ഇപ്പം പുതിയ വർഷത്തെ 6 മാസം കഴിഞ്ഞു. അച്ഛന്മാരോടൊപ്പം തന്നെ ചുമതലക്കാരോട് അറിയുന്നത് നല്ലതാണ്. യെസ്, താങ്ക് യു അച്ഛാ. റജി അച്ഛൻ സംസാരിക്കാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുബിനച്ച, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് TDSന്റെ ലിമിറ്റിനെ പറ്റി അച്ഛൻ പറഞ്ഞില്ല. അതായത് എത്ര രൂപ ആകുമ്പോഴാണ് TDS കൊടുക്കേണ്ടത്? ഒറ്റ ചെക്കിൽ ഇത്ര രൂപയ്ക്ക് കൂടുതലോ അല്ലെങ്കിൽ ആകെ ഒരു വർഷത്തിൽ ഇത്ര തുകയ്ക്ക് മുകളിലോ വരുമ്പോഴാണല്ലോ TDS കൊടുക്കേണ്ടത്? അതിനെപ്പറ്റി പറഞ്ഞില്ല. 2, ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇത്. അച്ഛന് ഇതൊന്നുകൂടെ ഒന്നുകിൽ ഒരു വീഡിയോ ആയിട്ട് ഇത് ഒന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നുകിൽ യൂട്യൂബ് ചാനൽ വല്ലതും അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമുക്ക് സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ പിന്നീടൊന്നും നമുക്കൊന്ന് റെഫറൻസിനാണെങ്കിൽ എടുക്കണമെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോർജ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചുമതലക്കാരെ കൂടെ വിളിച്ചൊരു മീറ്റിംഗ് കൂടുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ജോയിഷ് അച്ഛന് അതിനുശേഷം പ്രിയപ്പെട്ട സുബിനച്ഛൻ മറുപടി നൽകും. അടുത്ത സെഷൻ നിങ്ങൾ ചോദിക്കും. ജോയിഷ് അച്ഛൻ. സുബിനച്ഛന്റെ ക്ലാസ്സിന് പ്രത്യേകം നന്ദി. ഒരു സംശയം, നമ്മുടെ കോർപ്പസ് ഫണ്ടിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ കാര്യമാണ്. നമ്മൾ 2022-23 ഞങ്ങളുടെ പള്ളിയിലും അങ്ങനെ ഒരു 50,000 രൂപയുടെ ഒരു വരവുണ്ടായിരുന്നു. അപ്പൊ 6 പേര് തന്നതിന് നമ്മളത് പിന്നീട് ഫോം ഫില്ല് ചെയ്ത് തന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് വെച്ചാൽ ഈ വർഷം ഞങ്ങൾ ജനറേറ്റർ വാങ്ങാനായിട്ട് നമ്മൾ ഇടവക ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരവാദം പറഞ്ഞൊരു 100 പേര് സംഭാവന തന്നാൽ ആ 100 പേരുടെ കയ്യിൽ നിന്നും നമ്മൾ ആ റെസിപ്റ്റിനെ സ്വീകരിക്കുന്നതിനൊപ്പം ഈ ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടോ? ഓക്കെ അച്ഛാ, പറഞ്ഞോട്ടെ, ചോദിക്കാം. അച്ഛന് പറയാം. ജോർജ് അച്ഛ, അച്ഛൻ ചോദിച്ചത് നമ്മുടെ റസീസയുടെ മാസവരിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് ഇപ്പോൾ സുബിൻ എന്ന വ്യക്തി 1000 രൂപ മാസവരി ഉള്ളപ്പോൾ 1000 രൂപ തന്നുള്ളെങ്കിൽ 1000 രൂപ തന്നെ എഴുതണം. 1500 തന്നെങ്കിൽ 1500 തന്നെ എഴുതണം. എന്നാൽ സുബിൻ എന്ന വ്യക്തി അല്പം കുറച്ചാണ് തന്നതെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് എത്ര കിട്ടേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അതിന്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. അക്രൂവൽ ഇൻട്രസ്റ്റ് എന്ന് അങ്ങനെ പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാർച്ച് മാസം 31-ാം തീയതി ക്ലോസ് ചെയ്യാത്തതായ ഒരു FD ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ജൂൺ മാസത്തിലാണെങ്കിലും മാർച്ച് 31-ന് ആ FDക്ക് ഒരു വാല്യൂ ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരു വർഷത്തേക്ക് ഇട്ടതായ, കഴിഞ്ഞ ജൂണിൽ ഇട്ടതായ ഒരു FD ഒരു വർഷത്തേക്ക് ഇടുമ്പോൾ 2025 ജൂണിലാണ് അവസാനിക്കുന്നത്. എന്നാൽ 2025 ജൂണിൽ മച്യൂരിറ്റി പീരീഡിലാണ് ആ FD വരുന്നതെങ്കിൽ അന്നേ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറത്തുള്ളൂ. എന്നാൽ 2025 മാർച്ച് 31-ന് 10,000 രൂപ ഇട്ട FDക്ക് ഒരു വാല്യൂ ഉണ്ട്. അത് 10,000-ന്റെ കൂടെ ഇത്ര ശതമാനം കൂടെ കൂടും. ആ ഒരു വ്യത്യാസം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകും.
റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ ഉണ്ടാവുകയില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി, അങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഒരു രീതി എന്ന് മനസ്സിലാക്കണം. രണ്ട്, റെജി അച്ഛൻ പറഞ്ഞ TDSന്റെ കാര്യം ഞാൻ ലിമിറ്റ് പറയാന്ന് വെച്ചാൽ സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പറയാനത്. നമ്മൾ മെയിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺട്രാക്ടേഴ്സിന്റെ ഒരു കാര്യമാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 30,000 രൂപയിൽ കൂടുതൽ ഒറ്റ പേയ്മെന്റ് വരികയോ വ്യത്യസ്തങ്ങളായ പേയ്മെന്റുകളിലൂടെ 1,00,000 രൂപ ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് TDS ആപ്ലിക്കബിൾ ആണ്. അതായത് മതിൽ പണി വരുന്ന ഒരു സാഹചര്യത്തിൽ 20,000 രൂപയെ മതിൽ പണി ഉള്ളെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഈ മതിൽ പണി ചെയ്യുന്ന സുബിൻ എന്ന കോൺട്രാക്ടറിനെയും കൊണ്ട് മതിൽ പണിയും ചെയ്യിച്ചു, അടുത്തുള്ള ഒരു വീടിന്റെ പണിയും കൂടെ ചെയ്തു, മറ്റു പല കാര്യങ്ങൾ ചെയ്തു, അതും എല്ലാം 30,000-ൽ താഴെയാണെങ്കിൽ ആ സാമ്പത്തിക വർഷം സുബിൻ എന്ന കോൺട്രാക്ടറിനെയും കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നത് ഏകദേശം 1,00,000-ൽ കൂടുതൽ രൂപയാണെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്നും ആ 1,00,000 രൂപയോ അതല്ലെങ്കിൽ എത്ര രൂപ അധികമാകുന്നു അത്രയും രൂപയുടെയും TDS ആപ്ലിക്കബിൾ ആണ്. ഒറ്റയടിക്ക് 30,000-ൽ കൂടുതലുള്ള ഒരു വർക്ക് നടത്തുകയാണെങ്കിലും TDS ആപ്ലിക്കബിൾ ആണ്. അതിന്റെ ശതമാനമാണ് ഞാൻ പറഞ്ഞത് എന്നും ഓർപ്പിക്കട്ടെ. ജോയിഷച്ചൻ പറഞ്ഞത് കോർപ്പസ് ഫണ്ട് എന്ന രീതിയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 100 അല്ല 200 പേരുടെ കയ്യിൽ നിന്നും രസീത് വാങ്ങുകയാണെങ്കിൽ അത് കോർപ്പസ് ആൻഡ് ഫണ്ട് എന്നാണ് നിങ്ങൾ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഡിസിഷൻ എങ്കിൽ 150 രൂപ തരുന്നവന്റെ കയ്യിൽ നിന്ന് പോലും നമ്മൾ ലെറ്റർ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. കോർപ്പസ് ഫണ്ട് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ ഓഡിറ്ററിനോടും പറയണം. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു നോട്ടീസ് വന്നപ്പോൾ പല പള്ളികളിലും അച്ഛന്മാർ പറഞ്ഞു, അച്ഛാ ഇത് കോർപ്പസ് ഫണ്ട് ആണെന്ന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഓഡിറ്റർ അങ്ങ് ആക്കിയതാണ്. നമ്മൾ കോർപ്പസ് ഫണ്ട് എന്ന നമ്മുടെ ഓഡിറ്റേഴ്സിനോട് നമ്മൾ കൃത്യമായി പറയണം, ഇത് കോർപ്പസ് ഫണ്ട് അല്ല, ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡൊണേഷൻ ആണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു ചെറിയ ഡൊണേഷൻ പോലെ ഡൊണേഷൻ ഡ്രൈവ് നടത്തുന്നതേ ഉള്ളൂ എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അല്ലാതെ ഇത് കോർപ്പസ് ഫണ്ട് ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ കോർപ്പസ് ഫണ്ട് എന്നുള്ള രീതിയിൽ ആക്കി കഴിഞ്ഞാൽ പിന്നീട് എത്ര രൂപയുണ്ടോ അത്രയും രൂപയുടെയും ഇന്റൻഷൻ ലെറ്റർ ഉണ്ടാക്കിയാലേ പറ്റുകയുള്ളൂ. ഓക്കെ, ജോയിഷച്ചൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, ജോർജ് അബ്രഹാം അച്ഛൻ ചോദിച്ചതായ നമ്മുടെ ഭദ്രാസനങ്ങളിലെല്ലാം മീറ്റിംഗ് നടത്തിയെന്ന് വെച്ചാൽ 2-3 ഭദ്രാസനങ്ങളിലേ ഉള്ളൂ ഇത് നടത്താൻ പറ്റാഞ്ഞത്. ഭദ്രാസനങ്ങൾ അത് ക്രമീകരിച്ചാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. അച്ഛാ, നമ്മുടെ ഒരു ചോദ്യം നമ്മുടെ സുബിനച്ചൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുബിനച്ചൻ. അച്ഛാ, സുബിനച്ചൻ അഹമ്മദാബാദിൽ നിന്നാണ്. താങ്ക് യു സുബിനച്ചൻ ഫോർ ദി വണ്ടർഫുൾ എക്സ്പ്ലനേഷൻസ് ആൻഡ് റെലവെന്റ് ടോപ്പിക് അച്ഛൻ. എനിക്ക് ഉള്ള 2 ചോദ്യങ്ങൾ അച്ഛാ. ഒന്ന്, നമ്മൾ ഈ ഇൻകം സൈഡിൽ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം എക്സ്പെൻഡിച്ചറിൽ കാണിക്കണമെന്ന് പറയുമ്പം നമ്മുടെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് സബ്സ്ക്രിപ്ഷൻ വോളണ്ടറി ആണെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കിട്ടണം അല്ലെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? കുടിശ്ശിക നമുക്ക് ഒരിക്കലും സബ്സ്ക്രിപ്ഷൻ കാണിക്കാൻ ആ ഒരു ക്ലോസ് വെച്ചുകൊണ്ട് പറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മൾ പറയുന്നു ലക്കി കൂപ്പൺ വേണ്ട അല്ലെ ഫുഡ് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഫണ്ട് റേസിങ് എങ്ങനെ ചെയ്യും? ഫണ്ട് റേസിങ് ചെയ്യാനുള്ള മറ്റെന്ത് പോളിസിയാണുള്ളത്? അല്ലെ ഹൗ ഡു ദി ഓർഗനൈസേഷൻസ് ഹെൽപ്പ് ദംസെൽവ്സ് ടു സർവൈവ്? അതിന് ഡൊണേഷൻ ഡ്രൈവ്സ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉള്ള ഒരു പള്ളിയുടെ ഓരോ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫുഡ് സെയിലോ അല്ലെങ്കിൽ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലോ എന്തും തന്നെ അതിനെ എഫക്ട് ചെയ്യത്തില്ലേ? നമ്മുടെ ചർച്ചസിനെ എഫക്ട് ചെയ്യത്തില്ലേ? അതിന്റെ ഇൻകമിനെ എഫക്ട് ചെയ്യത്തില്ലേ എന്നുള്ള ഒരു ചോദ്യം വെച്ചു. താങ്ക് യു. അച്ഛാ, ഒരു ചോദ്യം നമ്മുടെ ചാറ്റിൽ വന്നിട്ടുണ്ട് റിഗാർഡിംഗ് ട്രസ്റ്റ് ഫംഗ്ഷനിങ് ഇൻ ചർച്ചസ് ഔട്ട്സൈഡ് കേരള. ഈ മറ്റാരെങ്കിലും കൈ ഉയർത്തിയിട്ടുണ്ടോ? മറ്റാരും തന്നെ ഇല്ല അച്ഛാ. ഈ 2 ചോദ്യങ്ങളാണ് ഇപ്പൊ നമുക്കുള്ളത്. ഈ സമയത്ത് ആർക്കെങ്കിലും അച്ഛന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ 2-3 പേർ കൂടെ ചോദിക്കാനുള്ള അവസരമുണ്ട്. യെസ് അച്ഛാ, ഈ 2 സുബിരച്ചൻ പറഞ്ഞ. അച്ഛാ, ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ അച്ഛാ. ഞാൻ നിൽക്കുന്ന പള്ളി അത് ട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം ചർച്ചിന്റെ കയ്യിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് അല്ലെ ഫണ്ട് ഉപയോഗിച്ച് ട്രസ്റ്റിന്റെ ലാൻഡിൽ
നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സുബിനച്ചൻ. സുജിത് അച്ഛൻ എന്തോ പറയാൻ തുടങ്ങിയത്? പല പള്ളിയിലും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുമ്പോൾ ട്രസ്റ്റിമാർക്ക് പരിചയമുള്ള കോൺട്രാക്ടർമാരും ഒക്കെ ആയിരിക്കും. അവർ പലപ്പോഴും അയാൾക്ക് ആ TDS പിടിക്കുക, അയാൾക്ക് നഷ്ടം വരുമെന്ന് ചിന്തിച്ചിട്ട് പലപ്പോഴും അത് പല രീതിയിൽ, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ആണെങ്കിൽ പല ദിവസത്തെ കൂലിയായിട്ടൊക്കെ കാണിക്കാറുണ്ട്. അത് പലപ്പോഴും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവർ അനുസരിക്കാറുമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്കത് പ്രയാസമായിട്ട് വരുന്നത്? എത്രത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട് എന്നൊന്നും അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. സുരേഷ, ഞാൻ കുടിശ്ശിക എന്നൊരു വാചകം ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ടാണ്. കുടിശ്ശിക എന്നുള്ള ടേംസ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന കാര്യം മാത്രം നമ്മൾ ഉദാഹരണം എടുത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. എന്നാൽ ഒരു റെന്റ് ആണെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഒരു സഭയുടെ ഓഫീസിന്റെ കാര്യം എടുക്കാം. സഭയുടെ ഓഫീസിൽ 150ഓളം കടകളുണ്ട്. ആ കടമുറികളിൽ ചിലർ ഡ്യൂസ് വരുത്തുമ്പോൾ ആ എമൗണ്ട് നമുക്ക് വരേണ്ടതായിരുന്നു എന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കുടിശ്ശിക എന്നൊരു ടേം നമ്മുടെ ഭരണഘടനയിലോ ഒന്നുമില്ല. എന്നാൽ അത് ഇത്രയും രൂപ വരണം എന്നുള്ളത്, അതായത് സുബിൻ എന്ന വ്യക്തി തരണം എന്ന് പറഞ്ഞ് കാണിക്കുകയല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. എന്നാൽ ഇത്ര രൂപ ആയിരുന്നു വരേണ്ടത് എന്നാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഫ്രഷ് ഫണ്ടിന്റെ കാര്യം അച്ഛൻ പറഞ്ഞത്, പള്ളികളുടെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഉപയോഗിക്കുന്നത് സഭയുടെ പാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തല്ല അച്ഛൻ. അപ്പം ആ സാഹചര്യങ്ങളിൽ അവിടെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, ഒരു സാഹചര്യമാണുള്ളത്. എനിക്ക് തോന്നുന്നു സൂരത് സാലേം എന്ന് പറയുന്ന ഇതിൽ നിന്നും വന്ന ഒരു മെസ്സേജും അത് തന്നെയാണ്, റിഗാർഡിംഗ് ട്രസ്റ്റ് ഫംഗ്ഷനിങ് ഇൻ ചർച്ചസ് ഔട്ട്സൈഡ് കേരള. ഇവിടെ ഞാൻ ഈ പറഞ്ഞതായ ആപ്ലിക്കബിലിറ്റിയെക്കാളും കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആണ് ഔട്ട്സൈഡ് കേരളയിൽ. കാരണം അവർക്ക് ഒരു പക്ഷെങ്കിൽ ഇത്രയും ഇൻകം ടാക്സ് എക്സംഷൻ കാണണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിലുള്ള അവര് ആക്ച്വലി ട്രസ്റ്റ് പോലെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ ട്രസ്റ്റ് അല്ല, ഒരു ട്രസ്റ്റ് ഡീഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രജിസ്ട്രേഷനോ ഇല്ലാത്തത് കൊണ്ട് അത്രയും ഒരു റിജിഡ് അല്ല നമ്മൾ. എന്നാൽ ഔട്ട്സൈഡ് മുംബൈ ഡയസിസിലൊക്കെ എല്ലാ പള്ളികളിലും അത് ട്രസ്റ്റാണ്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റാണ്. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പള്ളികളുടെ അണ്ടറിൽ, ഈ ട്രസ്റ്റിന്റെ അണ്ടറിലാണ് ഈ പള്ളി എന്നല്ല അവിടെ പറയുന്നത്, സൊസൈറ്റിയിൽ നിന്ന് വല്ലതും ആയിരിക്കും പറയുന്നത്. അത് കുറച്ചുകൂടി അത് സ്ഥലങ്ങളോ അല്ലെങ്കിൽ അസറ്റ് പർച്ചേസോ ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുജിത് അച്ഛൻ ചോദിച്ചതായ അവസാനത്തെ ചോദ്യം, അതായത് ലേബർ കോൺട്രാക്റ്റിന്റെ കാര്യങ്ങൾ. ഈ നമ്മുടെ ഒക്കെ ട്രസ്റ്റിമാരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ ഏതാണ്ട് തെറ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെയൊക്കെ മനസ്സിലാഗ്രഹം, അവരുടെ ചിന്ത. ഈ TDS കട്ട് ചെയ്യാൻ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 40,000 രൂപയുടെ വർക്ക് കൊടുത്തിട്ട് അയ്യോ 400 രൂപ കുറച്ചാണ് ഞാൻ അവർക്ക് കൊടുത്തത്, ദൈവം എന്നോട് ക്ഷമിക്കുമോ, 39,600 രൂപ ഞാൻ കൊടുത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ല, 400 രൂപ കുറയുന്നുള്ളൂ എന്ന് ഓർക്കണം. ഈ 400 രൂപയ്ക്ക് നമ്മൾ കൃത്യമായി TDS ഫയൽ ചെയ്യാനുള്ള ഡോക്യുമെന്റ് സഭയിൽ നൽകുകയാണെങ്കിൽ, ഈ വ്യക്തി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ, അത് ഇൻകം ടാക്സ് ചെയ്യുന്ന ആളായിരിക്കണം. ഇൻകം ടാക്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വ്യക്തിക്ക് ഈ 400 രൂപയും ഈ 400 രൂപയുടെ പലിശ സഹിതവും തിരിച്ചു കിട്ടും എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് കൃത്യമായി അയാൾക്ക് ലഭിക്കും. പിന്നീട് എന്തുകൊണ്ടാണ് നമ്മുടെ ട്രസ്റ്റിമാർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ലേബർ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾ ഇടവക സംഘമോ അല്ലെങ്കിൽ കമ്മിറ്റിയോ എടുത്തൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. നമ്മൾ മസ്റ്റർ റോൾ ഉണ്ടായിരിക്കണം. ഇന്ന ദിവസം സുബിനും സൗമ്യയും ഇന്ന ആളുകളും ഇവിടെ വർക്ക് ചെയ്തു, അത് എഴുതാൻ തക്കവണ്ണം ഒരു മസ്റ്റർ റോൾ ഉണ്ടായിരിക്കണം. അത് കൃത്യമായി നോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് പോലെയുള്ള കൃത്യമായ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ രജിസ്റ്ററിലും നിങ്ങളുടെ മിനിറ്റ്സിലും അത് കൃത്യമായി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. മിനിറ്റ്സിൽ സുബിൻ എന്ന വർക്കറിന് കൊടുക്കാമെന്ന് പറയുകയും, സുബിന് കൊടുക്കുന്ന പൈസ, വർഗീസിന് കൊടുക്കുന്ന പൈസ, തോമസിന് കൊടുക്കുന്ന പൈസ എന്ന് പറയുമ്പോൾ അത് വയലേഷൻ ആവുകയും ചെയ്യും. അവിടെയാണ് പ്രയാസം. നമ്മൾ കൃത്യമായ മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തി ആ കാര്യങ്ങൾ അനുസരിച്ച് എഗ്രിമെന്റ് ഫയൽ ചെയ്ത് മസ്റ്റർ റോളും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പ്രയാസങ്ങളില്ല. എന്നാൽ പലപ്പോഴും ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യാൻ ആൾക്കാർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അവർ ചെയ്യും, സുബിനിന്റെ പേരിൽ അങ്ങ് എഗ്രിമെന്റ് എഴുതും, എന്നിട്ട് 10 പേർക്ക് അങ്ങ് ക്യാഷ് കൊടുക്കും. പിന്നീട് ഒരു അന്വേഷണം വരുമ്പോൾ അത് വലിയ പ്രയാസമായി വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ മാറുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു അച്ഛാ. 2 അച്ഛന്മാരും കൂടെ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്
എൽവിൻ ചെറിയാനച്ഛനും ബിബി മാത്യു അച്ഛനും. അച്ഛന്മാരെ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ചുരുക്കമായിട്ട് നിങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കാം. അച്ഛാ, താങ്ക് യു അച്ഛാ. നമുക്ക് 10,000 താഴെ മാത്രമേ ക്യാഷ് കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10,000 താഴെയുള്ള ക്യാഷുകൾ ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിച്ചതിൻ്റെ 2-3 ബില്ല് വേറെ ഒരാളുടെ പേരിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതായത് അപ്പോൾ 2 ബില്ലുകൾ ഇപ്പോൾ 10,000 കൂട്ടുമ്പോൾ 10,000 മുകളിലായിട്ട് വരും. അത് വേറൊരു വ്യക്തിക്കായിട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്ലാരിറ്റി ക്ലിയർ ആയോ സുബിനച്ചൻ? അത് അച്ഛാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട്. അച്ഛാ, 10,000 മുകളിൽ നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. ഓക്കെ, അപ്പം 2-3 ബില്ലുകൾ നമുക്ക് ഈ 10,000 താഴെ ക്യാഷ് ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് സാധനങ്ങൾ മേടിച്ചതിന്റെ GST ബില്ല് ഉൾപ്പെടെ നമ്മൾ അത് ഒരു വ്യക്തിക്ക് നമ്മൾ ചെക്ക് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30,000 രൂപയുടെ ചെക്ക് ഒരാളുടെ പേരിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ചെക്കിനകത്ത് നമ്മൾ വൗച്ചർ വെക്കുമ്പോൾ ഈ 3 ബില്ലുകളാണ്, അല്ലെങ്കിൽ 3-4 ബില്ലുകളാണ് വെക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു വ്യക്തിക്കുള്ളതല്ലേ? അതായത് ഈ 3 ബില്ലുകളും ആ വ്യക്തിയുടെ കടയിൽ, ഇപ്പോൾ അച്ഛൻ അയക്കും 30,000 രൂപയുടെ ഉദാഹരണം പറഞ്ഞ ആ കാര്യത്തിൽ ആ 30,000 രൂപയും ആ വ്യക്തിയുടെ പേരിലുള്ള ബില്ലല്ലേ? 2 ബില്ലായ കുഴപ്പമുണ്ടോ? അല്ല, 15ന്റെ 2 ബില്ലാണേലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് അത് വ്യക്തി ആ അയക്കുന്ന ആടെ ബില്ലല്ലേ? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതിന്റെ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലായില്ല. രണ്ട് കടകളിലാണെങ്കിലോ? 2 കടകളിലാണ് 2 അക്കൗണ്ടിലല്ലേ പൈസ പോകേണ്ടത്? ഓക്കെ ഓക്കെ ഓക്കെ, ആ ചോദിക്കുന്നത്. താങ്ക് യു. ഓക്കെ അച്ഛാ, ബിബി മാത്യു ചാക്കോ അച്ഛനോട് ചോദ്യം ചോദിക്കാം. അച്ഛാ, ഒരു സംശയമുള്ള, ഇപ്പം നമ്മുടെ പള്ളിയിൽ എൻഡോമെന്റ് ഉള്ളതേ കാലാകാലങ്ങളിൽ പല സമയത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള എൻഡോമെന്റ് പല എമൗണ്ട് ആയിരിക്കും. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള എൻഡോമെന്റുകളായിരിക്കും. ചെറിയ തുക തൊട്ടുള്ള വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഒരു 10 പേര് പല സമയങ്ങളിൽ തന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്നായിട്ടൊരു കോർപ്പസ് ഫണ്ടായിട്ട് ആക്കുന്നു. വിവാഹ സഹായത്തിന് ഒരു കോർപ്പസ് ഫണ്ട് ആക്കുന്നു. അങ്ങനെ പല ഇനത്തിൽ നമ്മൾ കോർപ്പസ് ഫണ്ട് ആക്കിയാൽ ഈ തന്ന ആളുകളുടെ എല്ലാം ഇന്റൻഷൻ ലെറ്റർ നമുക്ക് മേടിക്കേണ്ടി വരുമോ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്നതാണ്. അപ്പൊ അതിന്റെ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? നമുക്ക് എൻഡോമെന്റ് ആയിട്ട് കിടന്ന തന്നെയാണ് പല FDs ആയിരുന്നത്. അതെല്ലാം കൂടെ ഒരൊറ്റ FD ആയിട്ട് അതിന് കോർപ്പസ് ഫണ്ട് എന്ന് പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയാൽ അതൊരു പ്രയാസമായിട്ട് വരുമോ അറിയാൻ പറ്റും. കഴിഞ്ഞു. അങ്ങനെ ആവില്ല. എന്നാൽ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്തി ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഓഡിറ്ററിന് ഇത് മനസ്സിലാകണം. ഇത് പഴയ ഇത് തന്നെ അവരൊന്ന് പൊട്ടിച്ച് വേറെ ഒന്ന് ആക്കിയതേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നും അല്ല, പഴയതല്ല, പുതിയതല്ല എന്നുള്ള ആശയം നിങ്ങളുടെ ഓഡിറ്ററിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹം ഇത് പൊട്ടിച്ചിട്ടതിന് ശേഷം പുതിയതായ FD ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ഓഡിറ്റേഴ്സിനോട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഇത് ഓഡിറ്റർ പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ഇത് മാറ്റിയത്. പക്ഷെ അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ തിരിച്ചൊരു സംശയം വന്നു, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. നമ്മൾ കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. ജോബി അച്ഛൻ. അച്ഛാ, സുബിനച്ഛൻ നല്ല ക്ലാസ്സിന് പ്രത്യേകം നന്ദി. അച്ഛാ, നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ, 10,000 മുകളിലോട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതിന് അതുപോലെ തന്നെ അല്ലേ? 10,000 ക്യാഷ് ആയിട്ട് അല്ല, ക്യാഷ് സ്വീകരിക്കുന്നതിന് വെച്ചാൽ നമുക്ക് 1,99,999 രൂപ വരെ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ 143 പ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചപ്പോൾ അവിടെയുള്ള ചോദ്യം 50,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ഡൊണേഷൻസ് തന്നവരുടെ പാൻ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. സർക്കാർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 ലക്ഷത്തിൽ താഴെ വല്ല പണം സ്വീകരിക്കാമെന്ന്. എന്നാൽ 50,000 രൂപയിൽ കൂടുതൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് കൃത്യമായി പാനൂടെ വേണമെന്ന് അവർ പറയുന്നു. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്, 50,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ഡൊണേഷൻസ് നൽകുകയാണെങ്കിൽ ഒന്നുകിൽ അവരോട് പാൻ നമ്പറോട് ചോദിക്കുക, അല്ലെങ്കിൽ അത് ഓൺലൈൻ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ചെക്ക് ട്രാൻസ്ഫറോ നടത്താൻ പറയുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 40,000 രൂപയൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് എഴുതാം അല്ലേ? ഒരു കുഴപ്പമില്ല. താങ്ക് യു.
അച്ഛാ ഇന്ത്യക്ക് വെളിയിൽ നിന്നാണെങ്കിൽ ഒരു ഫോറിൻ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ അച്ഛാ അത് ഇപ്പൊ 1 ലക്ഷം രൂപ എന്റെ പള്ളിക്ക് ഒരാൾ തരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചാ ഉള്ളത്? ഡയറക്റ്റ് അയാൾക്ക് ഇടാൻ പറ്റുമോ? അതോടൊന്ന് പറയണേ അച്ഛാ. ഫോറിനിൽ നിന്ന് നമുക്ക് അച്ഛൻ പണം സ്വീകരിക്കാൻ ഇപ്പോൾ അനുവാദമില്ല. അനുവാദമുള്ളത് മാർത്തോമാ സഭയുടെ FCRI ഫണ്ടിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ മാർത്തോമാ സഭയുടെ FCRIക്ക് ഇപ്പോൾ അതിന്റെ ഒരു പേര് സംബന്ധിച്ച് ഒരു ചെറിയ പ്രയാസം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സോൾവ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. അത് ആ ഒരു പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓരോ പള്ളികൾക്കും പണം അയക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിലവിൽ മാർത്തോമാ സഭയുടെ പാൻ ഉപയോഗിക്കുന്ന ഒരു പള്ളികൾക്കും പണം സ്വീകരിക്കുന്നതിന് അനുവാദമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പോ എന്റെ ഇടവകയിലെ ഒരാള് അച്ഛന് പള്ളിക്ക് വേണ്ടി 1 ലക്ഷം രൂപ തരണം എന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെയാ എനിക്ക് അദ്ദേഹത്തിന് ഒന്ന് മേടിക്കാനായിട്ട് പറ്റുന്ന വെച്ചാൽ? മറ്റ് നാട്ടിലെ അക്കൗണ്ടിൽ അദ്ദേഹം അയച്ചു കൊടുത്തതിന് ശേഷം അവർ നമുക്ക് തരികയാണോ? അതിന് അങ്ങനെ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് അയച്ച് അപ്പോൾ നമ്മൾ നാട്ടിലെ ആളുടെ അദ്ദേഹത്തിന്റെ പേരിലേ നമുക്ക് രസീത് എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ള ശ്രദ്ധിക്കണം. അല്ലാതെ ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ അയച്ചാൽ ആ വ്യക്തിയുടെ പേരിൽ രസീത് അയക്കാൻ പേരെഴുതാം, എന്നാൽ ദുബായിലെ അഡ്രസ് എഴുതാൻ പറ്റില്ല. കെയർ ഓഫ് ഇന്ന ആളിൽ കൂടെയാണ് ഈ അക്കൗണ്ട് വന്നതെന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോബിനച്ചൻ. അച്ഛാ, ഞാൻ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ ഒരു മതിൽ പണി നടക്കുക. അച്ഛൻ ആദ്യം മതിൽ പണിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതൊരു 4,42,000 രൂപയുടെ പണിയാണ്. എന്നാൽ TDS ഇതുവരെ അതിനു വേണ്ടി കട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ നമുക്ക് ഇനി അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പൊതുവെ ഉള്ളൊരു, കാരണം ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ട്രസ്റ്റിക്ക് അത്രയും അറിവില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യം ഇപ്പൊ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു അറിയാവുന്ന ആളിന് എങ്ങനെ ബുദ്ധിമുട്ട് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അതിനൊന്നും ചെയ്തില്ല, നടപടിയൊന്നും സ്വീകരിച്ചില്ല. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടി എന്നും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. പേയ്മെന്റ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല അച്ഛാ, പേയ്മെന്റ് മൊത്തം കൊടുത്തില്ല, ഇനിയും കൊടുക്കാനുണ്ട്. നെക്സ്റ്റ് പേയ്മെന്റ് വരുമ്പോൾ ഇതുവരെ കൊടുത്തതായ എമൗണ്ടുകളുടെ ഒരു ശതമാനം TDS കട്ട് ചെയ്യുക. എന്നാൽ സർക്കാരിലേക്ക് അടയ്ക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുത്ത ഡേയ്സിന് മുതൽ, അതായത് 1 വർഷത്തിനുള്ളിലായിരിക്കുമല്ലോ, അധികം പഴക്കമുണ്ടോ? ഇല്ല അച്ഛാ, 2 മാസമായിട്ടുള്ളൂ. അപ്പം വലിയ എമൗണ്ട് വ്യത്യാസം വരില്ല. കുറച്ച് എമൗണ്ടിന്റെ ഒരു 10-18 രൂപയുടെ ഒരു ഫൈൻ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന, നമ്മുടെ ഓഡിറ്ററിനോടൊന്ന് ചോദിച്ചാൽ അത് എന്നാണ് നിങ്ങൾ പേയ്മെന്റ് നടത്തിയത്. ഇപ്പോൾ ജൂൺ മാസത്തിലാണെങ്കിൽ ആ ജൂൺ മാസത്തിൽ ഉള്ളതായ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടിയിരുന്നത് ജൂലൈ മാസം 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ 3 തവണയായിട്ടാണ് കൊടുത്തത്. അതിപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, ജൂൺ മാസത്തിലാണ് അച്ഛൻ അടച്ചതെങ്കിൽ ജൂലൈ മാസം 7-ാം തീയതി സർക്കാരിന് അടയ്ക്കേണ്ട തുക അടയ്ക്കാത്തതിനാൽ അത് അടയ്ക്കുന്നത് നാളെയാണെങ്കിൽ ഈ 3 മാസത്തെ ഒരു ചെറിയ ഫൈൻ വരും. 10, 18, 20 അത്ര രൂപ, വലിയ എമൗണ്ട് ഇല്ല. ഇത്രയും കാലത്തെ ആണെങ്കിൽ അത് കൃത്യമായി അങ്ങ് അടച്ച് അതിന്റെ ഒരു TDS ചെല്ലാനെടുത്ത് അതിന്റെ ഡോക്യുമെന്റ്സ് സഭാ ഓഫീസിൽ നൽകുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി TDS ഫയൽ ചെയ്തതിന് ശേഷമുള്ള ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ വന്നോളും. അതിന് പ്രയാസമില്ല. പക്ഷേങ്കിൽ TDS എടുക്കുന്നതിന് അച്ഛന് സഭയുടെ ടാൻ ഉപയോഗിക്കാനുള്ള പെർമിഷൻ വേണം. ടാൻ ആണെങ്കിലും പാൻ ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് സഭാ സെക്രട്ടറിയുടെ അനുവാദം വേണം. അതിന് സഭാ ഓഫീസിലേക്ക് അതാത് ഇടവകയുടെ വികാരിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് അച്ഛനാണ്. പലപ്പോഴും പലയിടത്തു നിന്നും സെക്രട്ടറി ഇങ്ങനെ അയക്കും. ഇവിടുന്ന് സെക്രട്ടറി അയച്ചാൽ നമ്മൾ അനുവാദം കൊടുക്കില്ല. കാരണം അച്ഛൻ അറിയാതെയാണോ ഇത് അയക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ അയച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് അനുവാദം കൊടുക്കുകയുള്ളൂ. അച്ഛന്റെ ഉപ്പോടുകൂടിയുള്ള അല്ലെങ്കിൽ ഇമെയിലിൽ, ഒറിജിനൽ ഇമെയിലിൽ നിന്നൊരു മെയിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആ ഡോക്യുമെന്റ് സഭാ സെക്രട്ടറി അത് സൈൻ ചെയ്ത് ടാനും പാനും അതാത് പള്ളികൾക്ക് നൽകാറുണ്ട്. അത് വെച്ച് അത് എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് നോക്കിയാൽ അത് സിമ്പിളായി നമുക്ക് തന്നെ ഒരു കമ്പ്യൂട്ടർ വേണം, ഒരു പ്രിന്റർ വേണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് വെച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അച്ഛാ, നമ്മുടെ നമ്മുടെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. നമ്മുടെ ആ ബുക്കിന്റെ കാര്യം കൂടെ ഒന്ന് പറയാമോ അച്ഛാ? നമ്മുടെ മാർത്തോമാ സഭയുടെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഗൈഡ് ലൈൻസ് ഇറക്കുന്നതിന് സാധിച്ചു. ബഹുമാനപ്പെട്ട ജോർവിൻ അച്ഛൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അച്ഛന്റെ ഒരു വലിയ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഞാനും ജോർവിൻ അച്ഛനും ഈ ഫിനാൻസ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട സജീവ് സാറ്,
ആനി അച്ഛൻ, ഞങ്ങൾ ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചു. കൗൺസിൽ ഇതിനെ സ്വീകരിച്ചു. അതുകൊണ്ട് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. 20 രൂപ മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പള്ളിയിലെ ട്രസ്റ്റിമാർക്ക് ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയായിട്ട് കുറച്ച് കോപ്പികൾ വാങ്ങുകയാണെങ്കിൽ അത് പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. അതിൻ്റെ കോപ്പികൾ സഭാ ബുക്ക് ഡിപ്പോയിലോ CSSലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൺഡേ സ്കൂളിലുണ്ട്. അവിടെ നിന്ന് അത് വാങ്ങിയാൽ നല്ലതായിരിക്കും. അതൊരു പ്രയോജനമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ബുക്കിൽ പ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ ക്ലാരിഫിക്കേഷന് അത് ഉപയോഗിക്കാം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് അവസാനമായി ചോദ്യം ചുരുക്കമായിട്ട് ചോദിക്കാമെങ്കിൽ നമുക്ക് ചോദിക്കാം. കേൾക്കുന്നില്ല, അച്ഛന്റെ ചോദ്യം കേൾക്കുന്നില്ല. അച്ഛൻ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പോ ഇല്ല അച്ഛാ, വെരി സോറി, കേൾക്കുന്നില്ല. റൺസിയ കേൾക്കാമോ? എനിക്ക് കേൾക്കുന്നില്ല അച്ഛൻ ചോദ്യം. ഇല്ല അച്ഛാ, എന്തോ അവിടെ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. അച്ഛൻ ഒരു കാര്യം ചെയ്യട്ടെ, ചാറ്റിൽ ഇടാമോ ഈ സമയം കൊണ്ട് കേൾക്കാം. NRE അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പൈസ സ്വീകരിക്കുന്ന തടസ്സമുണ്ടോ? തടസ്സമില്ല. NRO അക്കൗണ്ടിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് അനുവാദമുണ്ട്. എന്നാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ അങ്ങനെ ആയിരിക്കണം അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഈ ബുക്കിനകത്ത്, ഈ റെസിപ്റ്റ്സിനകത്ത് ഈ കുടിശ്ശിക എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലായില്ല. പല പള്ളികളിലും ഈ കുടിശ്ശിക കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, പഴയ മാസങ്ങളിലെ. അത് നടിക്കുന്നതിന് വേണ്ടി കിട്ടുന്നേ ഉള്ളൂ. യാതൊരു നിർബന്ധവുമില്ല അത് ചേർക്കണമെന്ന്. എന്നാൽ പല പള്ളികളിലും അതൊരു ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട്, നമ്മൾ ഫിനാൻസ് കമ്മിറ്റിയിലും ഒക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. നമുക്ക് അങ്ങനെ ഒരു വാചകമില്ല. എന്നാൽ ചെയ്യുന്നത് പല പള്ളികളിൽ ഉള്ളതുകൊണ്ട് അങ്ങ് കിട്ടുന്നേ ഉള്ളൂ. നല്ല ക്ലാസ്, താങ്ക് യു. ചെറിയ സംശയം. നമുക്ക് ഈ ഇപ്പോൾ ഒരു ലോങ് ടേം പ്രൊജക്ട് ആണെങ്കിൽ പോലും കോർപ്പറേറ്റ് ഫണ്ട് ആക്കാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതായത് ജനറൽ ഡൊണേഷൻ ആയിട്ട് സ്വീകരിച്ചുകൊണ്ട്, സപ്പോസ് ഒരു 1 crore ഒരു പ്രൊജക്ട് ആണ്, കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ആണ്, പക്ഷെ അത് കോർപ്പറേറ്റ് ഫണ്ട് ആക്കുന്നില്ല, ജനറൽ ഡൊണേഷൻ ആക്കി നമ്മൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ആ ഒരു പ്രൊജക്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? വലിയ പ്രോജക്റ്റുകൾ എപ്പോഴും കോർപ്പസ് ഫണ്ട് ആക്കുന്നതാണ് നമുക്ക് സേഫ്. കാരണം നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞ ആ തുക വെച്ചാണ് ഞാൻ പറയുന്നത്. 1 കോടിയുടെ ഒക്കെ ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഇത് നമ്മുടെയും ഒരു സേഫ്റ്റിയാണ്. ആ ഫണ്ട് പിന്നെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കൊച്ചു പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് പെട്ടെന്ന് നമ്മളങ്ങ് കോർപ്പസ് ഫണ്ട് എന്നാക്കുകയാണ്. ഇപ്പൊ പല പള്ളികളിലും കൊച്ചു പരിപാടി നടത്തി. ഈയിടെ ഏതോ ഒരു പള്ളിയിലെ ഏതൊരു കൊച്ചു പരിപാടിക്ക് അത് കോർപ്പസ് ഫണ്ട് ആക്കി. അതിന്റെ ലെറ്റർ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നീട് ഈ നോട്ടീസ് വരുമ്പോൾ അതിന്റെ പ്രയാസമുണ്ട്. എന്നാൽ ഇപ്പൊ 1 കോടിയുടെ ഒരു വലിയ പ്രോജക്റ്റ് വരികയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഒരു ലെറ്റർ വാങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തതിനാൽ അങ്ങനെ ചെയ്യുന്നത്. വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ, അതുപോലെ ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് സേഫ് സൈഡ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിർബന്ധമൊന്നുമില്ല, നിർബന്ധമായിട്ടില്ല, എന്നാൽ ഞാൻ പറയുന്ന ഒരു സേഫ് സൈഡിന്റെ അറിവാണ്. താങ്ക് യു അച്ഛാ. റൺസിയ ക്ലിയർ ആണല്ലോ? റൺസിയ തന്ന സമയം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ, അച്ഛന്മാരൊക്കെ ഈ നാളുകളിൽ അനുഭവിക്കുന്ന ധാരാളം ടെൻഷൻസ്, അതൊക്കെ കുറെ അച്ഛന്റെ വാക്കുകളിലൂടെ ക്ലിയർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സുബിനച്ഛന്റെ ഹെക്റ്റിക് ശുശ്രൂഷകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും ഭദ്രാസനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ ഒരു മിഷനായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അഭിനന്ദ മെത്രാപ്പോലീത്ത തിരുമേനി ഈ ഒരു കാര്യം വളരെ ഒരു മിഷനായിട്ട് പ്രിയപ്പെട്ട സുബിനച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ പള്ളിയിലൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ ഈ സെഷന് നേതൃത്വം നൽകുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ട അച്ഛന്മാരത് പറഞ്ഞാൽ സുബിനച്ഛൻ അത് ഓൺലൈനിലൊക്കെ ക്രമീകരിക്കുന്നതാണ്, ഇല്ലയോ സുബിനച്ഛ? അതോടൊന്ന് പറയാമോ അച്ഛന്റെ അവൈലബിലിറ്റി? അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പ്രയാസങ്ങളില്ല. നമ്മൾ ഏത് പള്ളികളിലും അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല. സൺഡേസിലോ
സൺഡേസിലോ നാട്ടിലുള്ള പള്ളികളൊക്കെയാണ്, സൺഡേസിലോ ഒക്കെ ആണെങ്കിൽ അച്ഛന്റെ സമയം അനുസരിച്ച് ചെയ്താൽ അച്ഛൻ ഏറ്റവും ഭംഗിയായിട്ട്, എൻ്റെ ഒരു കൊച്ചു പള്ളിയാണ് എൻ്റെ, അതിൽ പോലും അച്ഛൻ വളരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ അവിടെ വളരെ ക്ലിയർ ആയിട്ട് അവരോട് സംസാരിക്കുകയുണ്ടായി. കുറച്ചുകൂടെ ടെൻഷൻസ് ഒക്കെ കൂടിയെങ്കിലും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരോടും അതുപോലെ അൽമായ നേതൃത്വങ്ങളോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട് ഇതൊരു വലിയൊരു ഒരു 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 അശ്രാന്ത പരിശ്രമം ഇതിന്റെ പിൻപിൽ പ്രിയപ്പെട്ട റൻസിയച്ചനും ടീമും നടത്തുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനിമേഷൻ സെന്റർ അതിന്റെ ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുവാൻ പ്രിയപ്പെട്ട റൻസിയച്ചന്റെ വലിയൊരു പരിശ്രമം, അച്ഛന്റെ പിൻപിലുള്ള ഒരു യുവജനങ്ങളുടെ ടീമൊക്കെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അനിമേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സുബിനച്ചനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാ അച്ഛന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം എല്ലാ അച്ഛന്മാരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫർദർ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ പ്രിയപ്പെട്ട അച്ഛൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്നുകൂടി സമയത്ത് ഓർപ്പിക്കുന്നു. താങ്ക് യു അച്ഛൻ. അച്ഛൻ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ നല്ലതായിരുന്നു. കശീശ ഗ്രൂപ്പിലോ എവിടെയൊന്നും ഷെയർ ചെയ്യാൻ നല്ലതായിരുന്നു. അച്ഛൻ പ്രസന്റ് ചെയ്ത PPT. അച്ഛാ, നമുക്ക് യൂട്യൂബ് ചാനലോ അങ്ങനെ വല്ലതും ഉണ്ടോ അച്ഛാ? സഭയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? യൂട്യൂബ് ചാനൽസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഇത് ഇട്ടിട്ടില്ല എതിരായിട്ട്. സുബിനച്ചൻ അങ്ങനെ ഒന്ന് തുടങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് അത് വളരെ പ്രയോജനമായിരിക്കും. മതി ഈ വീഡിയോയും ഷെയർ ചെയ്യാം. എന്തായാലും ഷെയർ ചെയ്യാം. യെസ്, റെക്കോർഡിംഗ് തീർച്ചയായും ഷെയർ ചെയ്യാം. താങ്ക് യു സുബിനച്ച, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ. ഇങ്ങനെ കുറെ സമയം കിട്ടിയാലും ഞങ്ങളുടെ ആരുടെയും സംശയം തീരത്തില്ല. അച്ഛന് ദൈവം നൽകിയിട്ടുള്ള ഒരു ക്ലാരിറ്റി, അത് പങ്കുവയ്ക്കാനുള്ള വലിയ സ്കില്ല് എല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിൻസച്ചന്റെ വളരെ അനുഗ്രഹീതമായ നേതൃത്വം, ഇന്ന് പങ്കെടുത്ത എല്ലാ അച്ഛന്മാരോടും പ്രത്യേകമായ സന്തോഷം അറിയിക്കുകയാണ്. നാളെ നമുക്ക് 8 മണിക്ക് ഇതിന്റെ സെക്കൻഡ് സെഷൻ നടക്കുന്നതാണ്. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക്, സ്ഥാപനത്തിന് നേതൃത്വം നൽകേണ്ടവരാണ്. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, ഇവയൊക്കെ മാനേജ് ചെയ്യാൻ ഇന്ന് സുബിനച്ചൻ പറഞ്ഞതുപോലെ ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഈ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡയസസിന്റെ ട്രഷറർ കൂടെ ആയിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് എബ്രാം സക്രിയ സാറാണ് നേതൃത്വം നൽകുന്നത്. മറ്റന്നാൾ പേഴ്സണൽ ഫിനാൻസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഷൂ സ്ട്രിങ് ബജറ്റിൽ ജീവിക്കുന്നവരാണ്, പക്ഷേ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ഫിനാൻസ് വളരെ റെസ്പോൺസിബിളി മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഇൻപുട്സ് നൽകുന്ന സെഷനാണ് മൂന്നാമത്തെ സെഷൻ. ചാർട്ടേഡ് വെൽത്ത് മാനേജർ, ഈ നമ്മുടെ ചർച്ച് ആൻഡ് മേഴ്സ് സെന്ററിന്റെ ട്രെയിനിങ് ടീമിലുള്ള മിസ്റ്റർ ലിജോ വർഗീസ് ആണ് ആ സെഷൻ നേതൃത്വം നൽകുന്നത്. ഈ സെഷനിലെല്ലാം എല്ലാ അച്ഛന്മാരുടെയും പങ്കാളിത്തം ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ബാച്ചിലെ അച്ഛന്മാരുടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇത് പങ്കെടുക്കാൻ ഓർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോർജിൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാതിരിക്കും അല്ലേ? താങ്ക് യു വൺസ് അഗൈൻ പ്രിൻസച്ച, സുബിനച്ച. ഞാൻ പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? താങ്ക് യു. ദൈവമായ കർത്താവേ, നല്ല സന്ധിക്കാൻ നന്ദിയോടെ നിനക്ക് സ്തോത്രം. തിരുമുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുന്നതിനായി അവിടുന്ന് ഒരുക്കിയതായ സമയത്തിനായി നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. പലയിടങ്ങളിലായി ദൈവരായ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് നീ ഞങ്ങളെയൊക്കെ വിളിച്ച് നിയോഗിച്ച ഇടങ്ങൾക്ക് കർത്താവ് കൂടുതൽ കൃത്യതയോടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടതായ കൃപകൾ നൽകി ഞങ്ങളെ വഴി നടത്തുന്ന നിർദ്ദേശനത്തിനായി നന്മകൾക്കായ സ്തോത്രം. കർത്താവേ, അന്വേഷൺ സെന്ററിന്റെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതായ ദൗത്യ മേഖലകൾക്കൊക്കെ ആയിട്ട് നന്ദിയോട് സ്തുതി. ഇടവകയുടെ സാമ്പത്തിക ക്രമീകരണങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നതിനും കൂടുതൽ ദർശനത്തോടെ അവയൊക്കെ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾക്ക് നൽകുന്നതായ ഈ നല്ല അവസരങ്ങൾക്കായി നൽകുന്നതായ സാധ്യതകൾക്കായി സ്തോത്രം. ക്ലാസ്സിന് നേതൃത്വം നൽകിയ സുബിനച്ചനായ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതനായി തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുവാൻ അച്ഛനെ ഇവിടെ ഏർപ്പെടുത്തി ഓർത്ത് സ്തോത്രം. കൂടുതലായി ശക്തീകരിക്കണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ മോഡറേറ്റർ ചെയ്ത പ്രിൻസ് അച്ഛനായും നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ദൈവകൃപയിലൊക്കെ മക്കളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ടതായ നേതൃത്വം നൽകുന്നതായ ബഹുമാനപ്പെട്ട റെൻസി അച്ഛനോടും കൃപ കൂടി ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മറ്റന്നാൾ നടക്കുന്നതായ ക്ലാസ്സുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനായി ഒരുക്കത്തോടെ ഞങ്ങൾക്ക് അതിൽ സംബന്ധിക്കാനും നമുക്ക് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനും ഞങ്ങളായിരിക്കുന്നതായ സുരക്ഷാ മേഖലകളിലും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യയിടങ്ങളിലും കൂടുതൽ എളിമയോടെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ അതിനെ സജ്ജരാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച ഞങ്ങളെല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ദൈവകൃപയാൽ എല്ലാവരെയും വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് നല്ല വിശ്രമം നൽകണം. പുതിയ ദിനം ദൈവകൃപയാൽ എന്നോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ശുശ്രൂഷയിൽ പങ്കാളിത്തം നൽകാൻ ഞങ്ങളെ സഹായിക്കും. യേശു കർത്താവിന് തന്നെയുള്ള നാമത്തിൽ യാചിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണം.